നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്ന് കൊലവർഷം 1200 ആണ്ട്, മിഥുനം 16, മകം നക്ഷത്രം, 2025 ജൂൺ 30 തിങ്കളാഴ്ച. ഇന്നത്തെ രാഹുകാലം ഏകദേശം 7:30 മുതൽ 9 വരെ ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ നഗരത്തിൽ സൂര്യോദയത്തിൻ്റെ സമയം അനുസരിച്ച് ശ്രദ്ധിക്കുക. ഇതായിരിക്കും രാഹുകാലത്തിൻ്റെ ഒരു ഏകദേശ സമയം വരിക. നമുക്ക് ഒട്ടും താമസിക്കാതെ നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. പുതിയ DGP പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. റവാഡ ചന്ദ്രശേഖർ പുതിയ DGP ആകാൻ സാധ്യത. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം തുറന്നുകാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിക്ക് ശുപാർശ. സർക്കാർ സർവീസിൽ തുടർന്നുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചത് പരിശോധിക്കും. വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണവും നടത്തും. റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ നിർദ്ദേശം. പിന്നോട്ടില്ല എന്ന് ഡോക്ടർ ഹാരിസ്. ഭാരതത്തിന്റെ ദക്ഷിണ മേഖലയിലും മിസൈൽ പ്രതിരോധ സംവിധാനം വിന്യസിക്കാൻ തയ്യാറെടുത്ത് വ്യോമസേന. തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ നിരീക്ഷണ വിധേയമാക്കും. പുതിയ നീക്കം ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലെ വെല്ലുവിളികൾ കൂടി നേരിടാൻ. വടക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം. ശക്തമായ സൈനിക നടപടി തുടരുമെന്ന് മുന്നറിയിപ്പ്. തെക്കൻ ഗാസയിലെ അൽമവാസി മേഖലയിലേക്ക് നീങ്ങാൻ നിർദ്ദേശം. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിനു പിന്നാലെ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കി ED. സ്വകാര്യ ദേശസാൽകൃത പൊതുമേഖലാ ബാങ്കുകളിൽ നടന്ന വായ്പാ തട്ടിപ്പുകളിൽ അന്വേഷണം. മുഖ്യകണ്ണി PP കിരൺ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകൾ നടത്തിയെന്ന് ED. വടകര ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര മൈതാനത്ത് ഏറാമല പഞ്ചായത്തിന്റെ പ്രതികാര നടപടി. ഭക്തർ വിളക്കുവയ്ക്കുന്ന കല്ലടക്കം അടിച്ചു തകർത്തു. നടപടി ഭക്തരുടെ പരാതിയിൽ പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണ പ്രവൃത്തി ഹൈക്കോടതി തടഞ്ഞത് നിലനിൽക്കെ. തൃശൂർ പുതുക്കാട്ട് 2 നവജാത ശിശുക്കളെയും ക്രൂരമായി കൊല ചെയ്തത് അമ്മ തന്നെയെന്ന് കണ്ടെത്തൽ. പ്രതി അനീഷ കുറ്റം സമ്മതിച്ചു. അനീഷയുടെയും ഭവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. വാർത്തകൾ ഇതൊക്കെയാണ്, തലക്കെട്ടുകൾ ഇതൊക്കെയാണ്. ഒരുപക്ഷെ ഇന്ന് വരാനിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെയും വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം നിങ്ങൾക്കറിയാം, ജനം TV മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയുണ്ട്. ശക്തമായ ഇടപെടലിന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന വാർത്തകൾ, അതിൽ നടപടി ഉണ്ടാകുന്നതും ഞങ്ങൾ നിങ്ങളെ അറിയിക്കാറുണ്ട്. ഇന്നിപ്പോൾ നൽകുന്നൊരു വാർത്ത ഈ വാർദ്ധക്യകാല പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ചില ക്രമക്കേടുകളാണ്. ആ ക്രമക്കേടുകൾ വ്യാപകമായി ശ്രദ്ധയിൽപ്പെടുന്നു. അത് എങ്ങനെ നേരിടണം എന്ന് പോലും, അല്ലെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കണം എന്ന് പോലും അറിയാതെ ഉഴർന്നവരെയാണ്. നമുക്കറിയാം, വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുമ്പോൾ അത് അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് കിട്ടുന്നത്. അവരാരെ സമീപിക്കണമെന്നറിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരാളുടെ കാര്യമാണ് പറയാനുള്ളത്. അർഹതയുള്ള വാർദ്ധക്യ പെൻഷൻ തുക പൂർണ്ണമായും ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി കണ്ണൂർ കുറ്റിക്കകം സ്വദേശി കൃഷ്ണൻ ഒരുപക്ഷെ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ പേർ ഇത്തരം പരാതികൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രതിനിധിയായി തന്നെ പറയാം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പലപ്പോഴും വാർദ്ധക്യ പെൻഷൻ ഇനത്തിൽ ലഭിക്കേണ്ട 1600 രൂപയ്ക്ക് പകരം ലഭിച്ചത് 1100 രൂപ മാത്രമാണ് എന്നാണ് പരാതി. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാകട്ടെ പക്ഷെ കൃത്യമായി പെൻഷൻ തുക വരുന്നുമുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ തുക 1600 രൂപയാണ്. കുറ്റിക്കകം സ്വദേശി കിഴക്കേവളപ്പിൽ കൃഷ്ണന് കിട്ടുന്നതാകട്ടെ 1100 രൂപ മാത്രം. കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന തുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരത്തിലായത്. ചിലപ്പോഴൊക്കെ പിടിച്ച തുക അക്കൗണ്ടിൽ കിട്ടിയിരുന്നു. എന്നാൽ പലപ്പോഴായി പിടിച്ചുവെച്ച തുകയിനത്തിൽ ഇനിയും കിട്ടാനുണ്ട് 6 മാസത്തെ പൈസ. ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിന് മേലെയായി ഇങ്ങനെ പൈസ, പിന്നെ ഒരു 3000 ഉറുപ്പിയോളായി ബാക്കി കിട്ടാൻ. 2 മാസം ഒന്നായിട്ട് വരുന്ന പെൻഷൻ്റെ 1000 ഉറുപ്പിക കട്ടായി. 2 വട്ടം വന്ന് 2 വട്ടം അങ്ങനെ 2 പെൻഷൻ വരുമ്പോൾ 1000 കട്ടായി. ഇപ്പോൾ ഏകദേശം 3000 ഉറുപ്പിയായി കിട്ടായി. അതേസമയം ഒരേ വീട്ടിൽ കഴിയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാകട്ടെ വാർദ്ധക്യ പെൻഷന്റെ മുഴുവൻ തുകയും കൃത്യമായി കയ്യിലെത്തുന്നുണ്ട്.
സാങ്കേതിക പ്രശ്നമോ മറ്റോ ആണെങ്കിൽ എങ്ങനെ ഒരാൾക്ക് മാത്രമായി ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. പ്രദേശത്തെ മറ്റു ചില വയോജനങ്ങളുടെ പെൻഷൻ തുകയിലും 300ഉം 200ഉം രൂപയുമൊക്കെ പിടിച്ചുവെക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. അമ്മക്ക് 1600 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അച്ഛന് 1100 ഈ കൈകളിൽ കിട്ടുന്നുള്ളൂ. ബാക്കി 500 ബാങ്കിൽ നിറച്ച് ഇവർ പറഞ്ഞേക്കുന്നു. പക്ഷേ അത് കിട്ടുന്നില്ല. രണ്ട് മാസത്തെ പെൻഷൻ ഒപ്പരം വരുമ്പോൾ 1000 ഇവർ കട്ടാക്കുന്നു. അത് ബാങ്കിലും എത്തുന്നില്ല. ഈ വാർദ്ധക്യകാലത്ത് മരുന്ന് വാങ്ങാനും മറ്റും പെൻഷൻ തുക വലിയ ഉപകാരമായിരുന്നു. എന്നാൽ അതുപോലും പൂർണ്ണമായും കിട്ടാത്തത് ചെറുതല്ലാത്ത ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാക്കുന്നുണ്ട്. ജനം, കണ്ണൂർ. മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വാർദ്ധക്യകാല പെൻഷൻ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിരിച്ചൊരു ദൃശ്യം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അത് ഓർമ്മയുണ്ടാകും. നോക്കൂ, ഈ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഇത് എണ്ണി കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നൊരു സങ്കടമാണ് നമ്മളിപ്പോൾ കണ്ടത്. കാരണം വളരെ ചെറിയൊരു തുകയാണ് കിട്ടുന്നത്. അത് അവരെ സംബന്ധിച്ചാകട്ടെ ഈ മരുന്നിനും മറ്റുമൊക്കെയായി ഉപയോഗിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് നമുക്കറിയാം. പക്ഷെ അതിലൊരു ക്രമക്കേട് ഉണ്ടാകുമ്പോഴും അത് ആരെ സമീപിക്കണം എന്ന് വ്യക്തമായി അവർക്ക് അറിയാൻ കഴിയാതെ പോകുമ്പോഴുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും നിങ്ങളുടെ ആ തദ്ദേശ ഭരണ സ്ഥാപനം, അതേതായാലും കോർപ്പറേഷൻ ആയാലും പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും നിങ്ങളുടെ വാർഡ് മെമ്പറെ, കൗൺസിലറെ സമീപിക്കുക. ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കൊരു പക്ഷേ ചെയ്യാൻ സാധിക്കുക ഈ ഘട്ടത്തിൽ. പക്ഷെ അപ്പോഴും ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് കൈമലർത്തി കാണിക്കുകയും ബാങ്കുകാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞങ്ങൾക്ക് വരുന്ന തുക ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് എന്ന കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ചെറിയ ചെറിയ എമൗണ്ടുകളാണ് ഓരോരുത്തർക്കും നഷ്ടമാകുന്നത്. പക്ഷെ നഷ്ടമാകുന്ന തുക ആകെ മൊത്തം ചേർത്ത് വെച്ചാൽ വലിപ്പം എത്ര കൂടും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ തുക എങ്ങോട്ട് പോകുന്നു? ഇതുവരെ ഈ കിട്ടാത്ത തുക എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. നമുക്ക് ഈ വിഷയം അങ്ങനെ അങ്ങ് വിടണ്ട. പക്ഷെ തലക്കെട്ടുകളിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. പുതിയ DGP പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. റവാഡ ചന്ദ്രശേഖർ പുതിയ DGP ആകാനും സാധ്യത. എന്നാൽ റവാഡയുടെ നിയമനത്തിനെതിരെ CPM-ൽ നിന്ന് രാഷ്ട്രീയ എതിർപ്പ് ഉയർന്നാൽ മാത്രം നിതിൻ അഗർവാളിനെ പരിഗണിക്കും. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. ശാലിനിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ പുതുക്കാട് ഇന്നലെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായ ഒരു സംഭവമുണ്ടല്ലോ. 2 നവജാത ശിശുക്കളെ അമ്മ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്ന് പറയുന്ന സംഭവം. ഇതടക്കം മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒട്ടേറെ ക്രമസമാധാന പ്രശ്നങ്ങൾ, ഒട്ടേറെ ക്രിമിനൽ സംഭവങ്ങൾ, ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അടിക്കടി ദിനം പ്രതി കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകേണ്ടുന്നതിൻ്റെ ആവശ്യം കൂടി മുന്നിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട് എന്നിരിക്കെ കൂടിയാണ് ചെറിയ കാര്യമെന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് തീർച്ചയായും പുതിയ പോലീസ് മേധാവിയുടെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സർക്കാർ തീരുമാനമെടുക്കാനിരിക്കുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾക്ക് കൂടി അവിടെ പ്രാധാന്യം ഉണ്ടാകുമോ? വിവരങ്ങൾ എന്തൊക്കെ ലഭിക്കുന്നു? വീണ, ഗുഡ് മോർണിംഗ്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. പുതിയ DGP ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആ കസേരയിലേക്ക് ആരായിരിക്കും ഇരിക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി മണിക്കൂറിൽ ഉയരുന്നുണ്ട്. നമ്മൾ നിലവിൽ അറിയാൻ സാധിക്കുന്ന സൂചനകൾ പ്രകാരം റവാഡ ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും 6 പേരുടെ പേരുകൾ കേന്ദ്രത്തിലേക്ക് പോവുകയും UPSC അത് അംഗീകരിച്ച് 3 പേരുടെ പട്ടിക തിരികെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ റവാഡ ചന്ദ്രശേഖരനും നിതിൻ അഗർവാൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. 3 പേരുടെ പട്ടികയാണ് തിരികെ എത്തിയിട്ടുള്ളത്. ആ പട്ടികയിൽ നിന്ന് ആർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകി സർക്കാർ സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ സമരങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ക്രമസമാധാന ചുമതല വഹിക്കേണ്ട അല്ലെങ്കിൽ ക്രമസമാധാനം വലിയ രീതിയിൽ പാളി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു സംസ്ഥാന പോലീസ് മേധാവിയെ വീണ്ടും പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗമാണ് ചേരുന്നത്. സാധാരണഗതിയിൽ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഓൺലൈനായി ചേരുകയാണ്. ഈ മന്ത്രിസഭാ യോഗമായിരിക്കും ആരാകണം സംസ്ഥാനത്തെ പോലീസ് മേധാവി എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായി തീരുമാനമെടുക്കുക. നിലവിൽ റവാഡ ചന്ദ്രശേഖരൻ അവധിയിൽ പോയപ്പോഴും അദ്ദേഹം തിരികെ വന്നപ്പോഴും ഒക്കെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടിയന്തരമായി തന്നെ കേരളത്തിലേക്ക് എത്താനും തിരുവനന്തപുരത്തേക്ക് എത്താനും ഒക്കെ തന്നെ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു സാധ്യത കാണുന്നത് റവാഡ ചന്ദ്രശേഖരൻ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി എത്തുമെന്നുള്ളത്.
എന്നുള്ളതാണ്. അതേസമയം തന്നെ CPM-നുള്ളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എന്തെങ്കിലും ഉയരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPM എതിർപ്പ് അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിതിൻ അഗർവാളിനെ ആ പട്ടികയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ഒരു ചുമതലയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത. നമുക്കറിയാം റവാഡ ചന്ദ്രശേഖരൻ മുമ്പ് സ്വീകരിച്ചിട്ടുള്ള ചില നടപടികൾ, ഒപ്പം തന്നെ പോലീസിൻ്റെ ചില ഇടപെടലുകളൊക്കെ അങ്ങനെ അദ്ദേഹം SP ആയിരുന്നപ്പോൾ സ്വീകരിച്ച ചില നടപടികൾ വലിയ രീതിയിൽ CPM-നും CPI-ക്കും ഒക്കെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സമരക്കാർക്കിടയിലേക്കൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പോലീസ് നടപടികൾ വലിയ രീതിയിൽ ചർച്ചയായതുമായാണ്. അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയായിട്ടൊക്കെ ഇരുന്നപ്പോൾ സ്വാഭാവികമായും ആ എതിർപ്പുകൾ മുൻനിർത്തിക്കൊണ്ട് CPM ഇതിലൊരു എതിർപ്പ് അറിയിക്കുമോ, എതിരെ അഭിപ്രായം അറിയിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതോ മുഖ്യമന്ത്രിയുടെ സ്വന്തം താല്പര്യപ്രകാരം ആ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുള്ള അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് റവാഡ ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ആ പട്ടികയിൽ അടുത്ത സ്ഥാനത്തുള്ള നിതിൻ അഗർവാളിനെ പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളത് ഇന്ന് രാവിലെ കൂടി അറിയാം. രാവിലെ 10 മണിയോടുകൂടി ഓൺലൈനായിട്ടാണ് മന്ത്രിസഭാ യോഗം ചേരുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ യോഗം ചേർന്ന് അന്തിമമായൊരു തീരുമാനമുണ്ടായി. ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ 8:30 യാത്രയയപ്പ് ചടങ്ങുകളടക്കം നിലവിലെ DGPക്ക് സംസ്ഥാന സർക്കാരും പോലീസും നൽകുന്നത്. അതിനുശേഷം മന്ത്രിസഭാ യോഗം ചേരുക. മന്ത്രിസഭാ യോഗത്തിന് ശേഷം പക്ഷേ 11 മണി 12 മണിയോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറത്തിറക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. എതിർപ്പ് അഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മാറ്റി ചിന്ത, അല്ലെങ്കിൽ ഒരു മറുചിന്തയിലേക്ക് സർക്കാർ കടക്കും. അല്ല എന്നുണ്ടെങ്കിൽ റവാഡ ചന്ദ്രശേഖരന് തന്നെയായിരിക്കും പ്രഥമ പരിഗണന സർക്കാർ നൽകുക, മുഖ്യമന്ത്രി നൽകുക. വീണ, മാറി ചിന്തയിൽ ആരുടെയൊക്കെ പേരുകളാണ് ശാലിനി ഉയർന്നു വരിക? അങ്ങനെ ഒരു സാധ്യത വന്നാൽ, ഒരു ചർച്ച വന്നാൽ മറ്റ് പട്ടികയിലുള്ളവരാരൊക്കെയാണ്? വീണ, നിതിൻ അഗർവാളിന് തന്നെയാണ് നിലവിൽ ഒരു സാധ്യതാ പട്ടികയിൽ 2ാം സ്ഥാനമുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്കായിരിക്കും പിന്നീട് പോവുകയാണെങ്കിൽ അതിൽ എല്ലാവർക്കും നിതിൻ അഗർവാളിനെ സംബന്ധിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് പരാതികളൊന്നും CPI-ക്കോ CPM-നോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾക്കോ ഒന്നുമില്ല. സ്വാഭാവികമായും റവാഡ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ പ്രതിഷേധമോ CPM ഉയർത്തിക്കഴിഞ്ഞാൽ മാത്രം നിതിൻ അഗർവാളിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു തൊപ്പിയെത്തും. അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനമാനങ്ങൾ നൽകാൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. പല ഘട്ടങ്ങളിലും മനോജ് എബ്രഹാമിനെ DGP അടക്കമുള്ളവരെ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കണം, അങ്ങനെ പദവി മാറ്റി നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊക്കെയുള്ള ചില ചർച്ചകൾ പല ഘട്ടങ്ങളിൽ നടന്നിരുന്നു. അത് അന്തിമഘട്ടത്തിൽ അത് പോയതുമാണ്. പക്ഷേ അവിടെയും ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ പട്ടികയ്ക്ക് അപ്പുറത്തു നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് അസാധ്യമാണ്. എങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്ത് അങ്ങനെ ഒരു സാധ്യത തേടുമോ എന്നുള്ളതും ഈ ഒരു മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുക. DGP MR അജിത് കുമാർ ആ ഒരു സ്ഥാനത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷകളും സൂചനകളും ഒക്കെ മുൻപ് നൽകിയിരുന്നെങ്കിലും UPSCയുടെ അടുത്തേക്ക് പോയ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലാതായതോടുകൂടി ആ ഒരു പ്രതീക്ഷകൾ അസ്തമിച്ചതാണ്. എന്തെങ്കിലും തരത്തിലുള്ള അപ്രഖ്യാപിതമായ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും MR അജിത് കുമാർ അടക്കമുള്ളവർ ആ പട്ടികയിൽ നിന്നും പുറത്തു പോയതോടുകൂടി ആ ഒരു സാധ്യത കൂടി അടഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒഴിയുമ്പോൾ റവാഡ ചന്ദ്രശേഖർ അല്ലെങ്കിൽ നിതിൻ അഗർവാളിനായിരിക്കും ആ ഒരു പട്ടികയിൽ സ്ഥാനം പരിഗണന സർക്കാർ നൽകുക. വീണ, ഓക്കെ, ശരി ശാലിനി. മറ്റൊരു വിഷയം ഈ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലാണ്. അതിൽ സമഗ്ര അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഒരു വാർത്ത. വിവിധ മെഡിക്കൽ കോളേജുകളിലെ വകുപ്പ് മേധാവിമാരടങ്ങുന്ന സമിതിക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം നടത്തി ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ വെളിപ്പെടുത്തലിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഉള്ളത്. ഇന്നലെ അദ്ദേഹം ജനം TV-യിൽ നേരിട്ടെത്തി വിവരങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ശാലിനി വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. ശാലിനി, സമഗ്ര അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിൽ എത്ര കണ്ട് പോസിറ്റീവായ ഒരു അന്വേഷണമായിരിക്കും നടക്കുക എന്നുകൂടിയാണ് അറിയേണ്ടത്. എന്ന് മാത്രമല്ല, നമുക്കറിയാം ജനം TV അടക്കം മുന്നോട്ട് വെച്ച മെഡിക്കൽ കോളേജുകളിലെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച്, വലുതും ചെറുതുമായ രോഗികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, രോഗികൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴായി വാർത്തകൾ നൽകിയിട്ടുള്ളതുമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഡോക്ടർ തുറന്നുവിട്ട ചെറിയൊരു
പ്രശ്നം വലിയൊരു പ്രശ്നത്തിലേക്ക് കൂടി വലിയ പ്രശ്നങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമഗ്ര അന്വേഷണത്തിന് കീഴിൽ അതെല്ലാം വരുമോ? വീണ, ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തുറന്നു പറച്ചിൽ അതൊരു ചെറിയ തീപ്പൊരി മാത്രമാണ്. ആ തീപ്പൊരി ഇനി ആളിക്കത്താൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം നിലപാടിലും സ്വന്തം പ്രതികരണത്തിലും ഉറച്ചു നിൽക്കുകയാണ് ഹാരിസ് ചിറക്കൽ. നമ്മളിപ്പോൾ ഹാരിസ് ചിറക്കലിന്റെ വീടിന് സമീപത്താണ് ഉള്ളത്. അദ്ദേഹം വീണ്ടും ഒരു പ്രതികരണത്തിന് തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാധ്യമങ്ങളൊക്കെ ഇവിടെ തുടരുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അന്വേഷണ സമിതിക്ക് സർക്കാർ തലത്തിൽ രൂപം നൽകുന്നത്. മന്ത്രി വീണ ജോർജ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി എന്നിവരടങ്ങുന്ന 4 അംഗ സമിതിയാണ് നിലവിലെ തലസ്ഥാനത്തടക്കമുള്ള സംസ്ഥാന വ്യാപകമായിട്ടുള്ള സർക്കാർ ആശുപത്രികളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കാനും അത് പഠിക്കാനും അതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള സമിതിയിലുള്ളത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ 9 വർഷം രണ്ടാം പിണറായി സർക്കാർ ഉൾപ്പെടെ 2 സർക്കാരുകളുമായി ഏകദേശം 9 വർഷം പൂർത്തീകരിച്ച് 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള പിഴവുകൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. മാധ്യമങ്ങളടക്കം നിരന്തരം അത് റിപ്പോർട്ട് ചെയ്തത്, അത് ജനം ടി വി അടക്കം നിരന്തരം അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. പക്ഷേ അതിനൊക്കെ ശേഷമാണ് ഒരു റിപ്പോർട്ടറായി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി തന്നെ ഹാരിസ് ചിറക്കൽ മാറി എന്നുള്ളതാണ്. അദ്ദേഹം തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തിന് ആ സിസ്റ്റത്തോട് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഈ ക്രമക്കേടും ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളോടും അനീതികളോടും അദ്ദേഹം തുറന്നെഴുതിയതാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാവും എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്, മെഡിക്കൽ കോളേജുകളടക്കം സമീപിക്കുന്നത്. കൊറോണ കാലത്തും അതിനുശേഷവുമൊക്കെ കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ എന്ന് അടിവരയിട്ട് പറഞ്ഞ മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ മുൻപിലാണ് ഇത്തരത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ മേഖല അധം പതിച്ചു അല്ലെങ്കിൽ അവിടെ ഇത്രയധികം പുഴുക്കുത്തുകളും ഇത്രയധികം പ്രശ്നങ്ങളും ഉണ്ട്, അത് ചില ഉദ്യോഗസ്ഥരും ചില ജീവനക്കാരും അടക്കമുള്ളവർ അതിന് നേതൃത്വം നൽകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെക്കുകയാണ്. നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് യൂറോളജി വിഭാഗം ഡോക്ടർ കൂടിയായിട്ടുള്ള ഹാരിസ് ചിറക്കലിന് അനുകൂല പ്രതികരണം നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് എത്തുകയാണ്. കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിലേക്ക് ഇനി വരും മണിക്കൂറുകളിൽ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ ഒരു ആശുപത്രിയെ സമീപിക്കുമ്പോൾ അവർക്ക് ചികിത്സ നൽകേണ്ട ആരോഗ്യ സംവിധാനങ്ങളാണ് ഇത്തരത്തിൽ മാസങ്ങളോളം കാത്തിരുന്നവരുടെ ജീവനുകൾ അടക്കം എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ മാത്രം നോക്കിയാൽ തന്നെ നിരവധി പ്രശ്നങ്ങളാണ് പല ഘട്ടങ്ങളിലായി അവിടെ നിന്ന് ഉയർന്നു വരുന്നത്. പല വിഭാഗങ്ങളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയ നടത്താൻ അവിടെ വൈദ്യുതിയില്ല, ശസ്ത്രക്രിയ നടത്തേണ്ട ഉപകരണങ്ങൾ കേടുപാടായി ഇല്ല. ഒപ്പം തന്നെ ആ ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ പുറത്തുപോയി പ്രൈവറ്റ് ആയിട്ടുള്ള ലാബുകളിൽ ടെസ്റ്റ് നടത്തണം. ലക്ഷങ്ങളും ഒപ്പം തന്നെ 10,000ങ്ങളും കൊടുത്ത് നടത്തേണ്ട ടെസ്റ്റുകൾക്ക് പോലും ഉപകരണങ്ങൾ വാങ്ങി വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം പോലും നടത്താത്ത വാർത്തകളടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോഴൊക്കെ സ്വയം ന്യായീകരിച്ചും ആരോഗ്യ മേഖലയെ സംരക്ഷിച്ചുമൊക്കെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ രംഗത്തെത്തിയതുമാണ്. അവിടെയാണ് ഇത്തരത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ കൂടി രംഗത്തെത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് കൂടി കാര്യങ്ങൾ വഴിവെക്കുകയാണ്. എന്തായാലും ഇന്ന് തന്നെ ഈ സമിതി അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം ഒരു സഹായം ഒരു സാധാരണക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ദിവസങ്ങൾ കാത്തിരിക്കണം. ആ ദിവസങ്ങൾ കാത്തിരിക്കുമ്പോൾ രോഗിയുടെ അസുഖം മൂർച്ഛിക്കുന്നു, അവർ മരണപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹാരിസ് ചിറക്കൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും മാറും ഈ സംവിധാനങ്ങൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ കേരള നമ്പർ 1 എന്ന് പറയുന്ന സർക്കാർ തന്നെ ഇതിനൊരു തിരുത്തൽ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ വരും മണിക്കൂറിൽ വരും. ഓക്കെ, ശരി ശാലിനി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വാർത്തയുണ്ടല്ലോ, തൃശ്ശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കാര്യം. ഈ കുട്ടികളുടെ അച്ഛൻ ഈ കുട്ടികളുടെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വെളിപ്പെടുത്തി എന്നുള്ളത് അതിലൊട്ടേറെ ദുരൂഹതകൾ സംശയിച്ചിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ഈ അമ്മയടക്കം കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായ കാര്യം, നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മുടെ ഒരു മനുഷ്യ മനസാക്ഷിക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ 2 നവജാത ശിശുക്കളെയും ഇവരുടെ അമ്മ തന്നെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് കണ്ടെത്തൽ. 12 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി അനീഷ കുറ്റം സമ്മതിച്ചത്.
അനീഷയുടെയും ഭവിന്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരത്ത് MDMAയുമായി പിടിയിലായ CPI നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാളയം LC അംഗമായ കൃഷ്ണചന്ദ്രനെയാണ് പുറത്താക്കിയത്. കൃഷ്ണചന്ദ്രനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം സെക്രട്ടറി TS ബിനുകുമാർ അറിയിച്ചു. കൃഷ്ണചന്ദ്രനൊപ്പം ജഗതി സ്വദേശിയായ ആലി മുഹമ്മദും പിടിയിലായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 9 ഗ്രാം MDMA ഇവരിൽ നിന്നും ഇന്നലെ പിടികൂടിയത്. കേരള സർവകലാശാല ആസ്ഥാനത്ത് പുസ്തക പ്രകാശന ചടങ്ങിനിടെ നടന്ന സംഭവങ്ങളിൽ VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. കഴിഞ്ഞ 25-ന് നടന്ന സംഭവങ്ങളിൽ രജിസ്ട്രാർ നടത്തിയ ചട്ടലംഘനങ്ങൾ ഉൾപ്പെടെ വിശദീകരണം രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. രജിസ്ട്രാറിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷമാണ് വിശദമായ റിപ്പോർട്ട് രാജ്ഭവന് VC നൽകാൻ ഒരുങ്ങുന്നത്. ശാലിനി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ശാലിനി, ഇന്നിപ്പോൾ രജിസ്ട്രാറിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി തേടിയ ശേഷം സമഗ്രമായ ഒരു റിപ്പോർട്ടാണോ VC നൽകുക ഗവർണർക്ക്? വിശദമായ വിശദീകരണം നൽകാൻ ആദ്യം രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിരുന്നു VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. അതിന് പിന്നാലെ രജിസ്ട്രാർ KS അനിൽകുമാർ ഒരു വിശദീകരണം നൽകി. ആ വിശദീകരണം കൃത്യമല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ആ വിശദീകരണം വിശദമായി തന്നെ നൽകാൻ, രേഖാമൂലം തന്നെ നൽകാൻ, മറുപടി തപാലിൽ നൽകാൻ തന്നെ VC ആവശ്യപ്പെട്ടിരുന്നു. അതിൽ പ്രധാനമായും VC മുന്നോട്ട് വെച്ച 2-3 ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. ഒന്ന്, സർവകലാശാല ആസ്ഥാനത്ത് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംഘാടകർക്കെതിരെ രജിസ്ട്രാർ പരാതിയുമായി DGPയെ സമീപിച്ചത്? 2, മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന് രജിസ്ട്രാർ പറയുന്നുണ്ട്. ഏതാണ് മതചിഹ്നം? അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി അതിന്റെ വിശദാംശങ്ങളടക്കം തനിക്ക് നൽകണം എന്നുള്ളതും ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊന്ന്, പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയ വേദിയിലേക്ക് കയറാൻ ആര് പറഞ്ഞു, എന്തിനവിടെ കയറി, പ്രതിഷേധക്കാരെ എന്തിനവിടേക്ക് ക്ഷണിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത നൽകണം എന്നുള്ളതായിരുന്നു 2ാം ഘട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി വീണ്ടും അതേ നിലപാടിൽ തന്നെ സ്വയം ന്യായീകരണം നടത്തിക്കൊണ്ട് തന്നെ രജിസ്ട്രാർ വിശദീകരണം VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് നൽകിയിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് വിശദമായി പരിഗണിച്ച് പരിശോധിച്ച് അതിലൊരു സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇന്ന് VC ഒരുങ്ങുന്നത്. രാജ്ഭവൻ അടക്കം കൃത്യമായി വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ VC കൂടി നടത്തിയിട്ടുള്ളത്. VCക്ക് മുൻപാകെ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാതി സംഘാടകർ നടത്തിയിട്ടുണ്ട്. ഒരു പരിപാടി അലങ്കോലമാക്കുന്നതിനും അവിടെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തുന്നതിലടക്കം രജിസ്ട്രാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പത്മനാഭ സേവാ സമിതി VCക്ക് നൽകിയിട്ടുള്ള പരാതി പറയുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ നടന്നൊരു വേദിയിലേക്ക് ആ സുരക്ഷ മറികടന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മറികടന്ന വേദിയിലേക്ക് കയറിയതടക്കം ഗുരുതരമായിട്ടുള്ള ക്രമസമാധാന പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ആ പരാതി അവിടെ എത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് വിശദമായി പരാതിയും ഒപ്പം തന്നെ മറുപടിയും പരിശോധിച്ച് ഇന്ന് തന്നെ വിശദമായ റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് നൽകുന്നത്. അതിനുശേഷമായിരിക്കും രജിസ്ട്രാർക്കെതിരെ ഗുരുതരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നത്. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് പത്മനാഭ സേവാ സമിതി VCയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ VC ഏത് തരത്തിലുള്ള നിർദ്ദേശം ഗവർണർക്ക് നൽകുമെന്നുള്ളതാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഏത് തരത്തിലുള്ള ശുപാർശ നൽകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഭരണകാര്യങ്ങളിൽ മാത്രം ഇടപെടേണ്ട ഒരു വ്യക്തിയാണ് സർവകലാശാലകളിലെ രജിസ്ട്രാർ എന്നുള്ളത്. 1977 സർവകലാശാല ചട്ടം അടിസ്ഥാനത്തിൽ ഭരണകാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പരിപാടികളിലും ഇത്തരത്തിലുള്ള VC നടത്തേണ്ട ചില നിർണായക ഇടപെടലിലൊക്കെ ഇടപെട്ടതിലടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെയുള്ള ശുപാർശ, വിശദമായ റിപ്പോർട്ട് തന്നെയായിരിക്കും, വിശദീകരണം തന്നെയായിരിക്കും ഇന്ന് VC രാജ്ഭവനിലേക്ക് നൽകുക. അങ്ങനെയാണെങ്കിൽ രാജ്ഭവൻ തിരികെ നൽകുന്ന ശുപാർശ കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഒരുപക്ഷെ രജിസ്ട്രാർ നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ളതിൽ സംശയമില്ല. ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത 25-ാം തീയതി കേരള സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാക്കുകയും ചെയ്തത്. അതിന് മുഖ്യ കാരണക്കാരാവുകയും SFI KC പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാനിടയുണ്ടാക്കി കൊടുത്ത സാഹചര്യം അടക്കം വിശദമായി പരിശോധിച്ചായിരിക്കും KS അനിൽകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാവുക. എന്നാലും അത് വരുന്ന ഈ റിപ്പോർട്ട് എത്തിയതിനു ശേഷം ഉടനടി തന്നെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും VCയുടെ ഭാഗത്തുള്ള നടപടികളും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി ശാലിനി.
ഇടുക്കി വണ്ടിപ്പെരിയാർ ചുരക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി അകലെ. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിനെ തെളിവുകളുടെ അഭാവത്തിൽ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരുന്നു. കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 1 വർഷം പിന്നിടുമ്പോഴും പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് ജനം ടിവിയോട് പറഞ്ഞു. ചുരക്കുളത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 4 വർഷം തികയുകയാണ്. നീറുന്ന ഓർമ്മയാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളത്തെ 6 വയസ്സുകാരി. ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട് 4 വർഷം തികയുമ്പോഴും മകൾക്ക് നീതി കിട്ടാൻ കഴിയുന്ന ഒരു അച്ഛനും അമ്മയും. 2021 ജൂൺ 30-നാണ് ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് പെൺകുട്ടിയുടെ അയൽവാസിയായ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശേഷം 2 വർഷം നീണ്ട വിചാരണ. 2023 ഡിസംബർ 14-ന് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് പ്രതിയെന്ന് കണ്ടെത്തിയയാളെ കോടതി വെറുതെ വിട്ടു. നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സർക്കാർ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ സംഭവം നടന്നിട്ട് തന്നെ 4 വർഷമായി. അതായത് 2021-ലാണ് നമ്മുടെ കേസ് കുഞ്ഞുമര മരണപ്പെട്ടതുമായിട്ടുള്ള കേസ് നടക്കുന്നത്. കട്ടപ്പന കോടതി 2.5 വർഷക്കാലമായിട്ട് കേസ് നടന്നു. അവിടെ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടായില്ല. അപ്പോൾ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടാണ് വിധി ഉണ്ടായത്. അത് 2023 ഡിസംബർ 14-ാം തീയതി ഉണ്ടായി. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അന്നത്തെ പ്രോസിക്യൂട്ടറും പോലീസുകാരും കൂടി നമുക്ക് അപ്പീൽ തയ്യാറാക്കി ഹൈക്കോടതി കൊടുത്തു. അവിടെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കേസ് പരിഹരിക്കുകയും ചെയ്തു. അപ്പീൽ സ്വീകരിച്ചതാണ്. എന്നിട്ട് ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടിട്ടും കേസ് ഇതുവരെ ഒരു വായ്പ പോലും അവിടെ കേസ് നടന്നിട്ടേ ഇല്ല. സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടിയുടെ കുടുംബം 3 പ്രോസിക്യൂട്ടർമാരുടെ പേരുകളും സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നതുമാണ്. പക്ഷേ അത് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി. അത് മാത്രമല്ല, നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് സംസാരിച്ചതുമാണ്. രേഖാമൂലം എഴുതി കൊടുത്ത കേസിൻ്റെ പോരായ്മകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം 1 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രോസിക്യൂട്ടറെ വെച്ച് തരാനായിട്ട് പോലീസുകാർ തന്നെ നേരിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. അപ്പോൾ 4 വർഷമായിട്ടും ഒരു കൊലയാളി ഒരു കുഞ്ഞിനെ കൊന്നു വെച്ച് ഇങ്ങനെ പുറത്ത് നടക്കുന്നു. ഇതിനൊരു നീതി കിട്ടാതെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. സർക്കാരും കൂടെ ഒരു ഇതിനകത്ത് ഇച്ചിരി കൂടെ താല്പര്യം കാണിക്കുവാണെങ്കിൽ നമുക്ക് ശരി സന്തോഷമായേനെ. പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ യുവാവിന്റെ CPM രാഷ്ട്രീയ സ്വാധീനം നേരത്തെ ചർച്ചയായിരുന്നു. നിലവിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിലെ നടപടികൾ വൈകുന്നതിനും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. പോലീസ് കണ്ടെത്തിയ ആളല്ല യഥാർത്ഥ പ്രതിയെങ്കിൽ മറ്റാരെ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ആ കുഞ്ഞിന് നീതി ലഭിക്കുക തന്നെ വേണം. ഇതിനായി അടിയന്തര ഇടപെടൽ നടത്തേണ്ട സർക്കാരിന്റെയും നീതി ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മൂടിക്കെട്ടിയ കണ്ണുകൾ ഇനി എന്ന് തുറക്കും? സുബിൻ തോമസ്, ജനം, ഇടുക്കി. ബുർഖ നിരോധനത്തിനുൾപ്പെടെ വാദിക്കുന്ന വലതുപക്ഷ പാർട്ടി റിഫോം UKക്ക് ബ്രിട്ടനിൽ ജനപിന്തുണയേറുന്നതായി സർവേ ഫലം. ഉടനെ ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടത്തിയാൽ റിഫോം UK ചരിത്ര വിജയം നേടുമെന്നാണ് യുഗോവിന്റെ സർവേ ഫലം വ്യക്തമാക്കുന്നത്. നിലവിൽ അധികാരത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി തകർന്നടിയുമെന്നും അഭിപ്രായ സർവേ. 2018 നൈജർ ഫറാജ് എന്ന തീപ്പൊരി രാഷ്ട്രീയ നേതാവിന്റെ കീഴിൽ ബ്രെക്സിറ്റ് പാർട്ടി എന്ന പേരിൽ നിലവിൽ വന്ന പാർട്ടി 3 വർഷം മുൻപാണ് റിഫോം UK ആയത്. കുടിയേറ്റ വിരുദ്ധത, ദേശീയവാദം എന്നതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. ബ്രിട്ടനെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്താക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് ഫറാജ്. പാർട്ടിയായി ആദ്യ വരവിൽ തന്നെ റിഫോം സാന്നിധ്യം അറിയിച്ചു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്ന ശേഷം 1 മാസം പിന്നിടുമ്പോൾ ഫറാജ് ചലനമുണ്ടാക്കി. നിലവിൽ വന്ന അധികം കഴിയാതെ തന്നെ പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിലും തിളക്കമാർന്ന വിജയമായിരുന്നു റിഫോം UKയുടേത്. പുതിയ പാർട്ടിയായിട്ടും വോട്ട് വിഹിതത്തിന്റെ 14.3% നേടിയിരുന്നു അന്ന് റിഫോം. ബുർഖ നിരോധനത്തെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന റിഫോം UK അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ UKയിൽ ചരിത്ര മുന്നേറ്റം നടത്തുമെന്നാണ് യുഗോവിന്റെ അഭിപ്രായ വോട്ടെടുപ്പ്. 11,500 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. റിഫോം UK 34% വോട്ടുകൾ നേടുമെന്നാണ് പ്രവചനം. ലേബർ പാർട്ടി 25%-ലും കൺസർവേറ്റീവ് പാർട്ടി 15%-ലും ഒതുങ്ങും. അതായത് നിലവിൽ അധികാരത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി ചരിത്രത്തിലെ ഇല്ലാതാകുമെന്ന ചുരുക്കം. 2029-ലാണ് ബ്രിട്ടനിൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിനായി എസ് ജയശങ്കർ ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. ജൂലൈ 2 വരെയാണ് ഔദ്യോഗിക സന്ദർശനം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നാളെയാണ് ക്വാഡ് സമ്മേളനം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്താണ് വിവരങ്ങൾ? പറയും. വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ക്വാഡ് രാജ്യങ്ങളുടെ ക്വാഡ് കൂട്ടായ്മയുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേണ്ടിയിട്ടാണ് എസ് ജയശങ്കർ അമേരിക്കയിലേക്ക് പോകുന്നത്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം. അതിൽ നാളെയാണ് ജൂലൈ 1 വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുക. അമേരിക്ക, ഇന്ത്യ, ഒപ്പം ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് എന്നുള്ളത്. ആ ക്വാഡ് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് എസ് ജയശങ്കർ അമേരിക്കയിൽ എത്തുന്നത്. അമേരിക്കൻ വിദേശകാര്യമന്ത്രിയുടെയും പ്രത്യേക ക്ഷണപ്രകാരം കൂടിയാണ് എസ് ജയശങ്കറുടെ സന്ദർശനം. അവിടെ ഇന്ന് ന്യൂയോർക്കിൽ ചില പരിപാടികളിൽ കൂടി എസ് ജയശങ്കർ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. ദ കോസ്റ്റ് ഓഫ് ടെററിസം എന്ന രീതിയിൽ അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളൊരു പ്രദർശനിയുടെ ഉദ്ഘാടനം എസ് ജയശങ്കർ നിർവഹിക്കും. അവിടെ എസ് ജയശങ്കറിൻ്റെ വാക്കുകൾ, അമേരിക്കൻ വേദിയിൽ എസ് ജയശങ്കറിൻ്റെ വാക്കുകൾ ഏറെ നിർണായകമാകും. അത് ലോക രാഷ്ട്രീയത്തിൽ തീർച്ചയായും ഭാരതം ഭീകരവാദത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകളും പ്രവർത്തനങ്ങളും നടപടികളും എടുത്തു കാണിക്കുന്നതായിരിക്കും എസ് ജയശങ്കറിൻ്റെ വാക്കുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷം ഭാരതം നടത്തിയിട്ടുള്ള ഭീകര വിരുദ്ധ നടപടികളും ഇന്ന് ലോകരാഷ്ട്രങ്ങൾ തന്നെ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് എസ് ജയശങ്കർ അമേരിക്കയിൽ ഈ പ്രത്യേകിച്ച് ദ കോസ്റ്റ് ഓഫ് ടെററിസം എന്ന പ്രദർശനി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭാരതത്തിൻ്റെ നിലപാടുകൾ എത്രത്തോളം ശക്തമായും വ്യക്തമായും ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കും എന്നുള്ളതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കൂടാതെ ക്വാഡ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ ഉച്ചകോടിയിൽ ക്വാഡ് ഉച്ചകോടിയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഈ 4 രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ട മേഖലകൾ, അത് എത്രത്തോളം ആ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വിശകലനങ്ങൾ ആ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു സ്വതന്ത്രമായ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനും ഈ ഭാരതവും അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് എത്രത്തോളം പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ക്വാഡ് ഉച്ചകോടിയിൽ, കഴിഞ്ഞ ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായി വന്നിരുന്നു. അതിൻ്റെ വിലയിരുത്തലുകളും അത്തരം തീരുമാനങ്ങൾ എത്രത്തോളം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലും വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശരി ജിഷ്ണു. വടക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം. ഗാസ നഗരത്തിലെയും ജബലിലെയും താമസക്കാരോടാണ് ഒഴിയാൻ നിർദ്ദേശിച്ചത്. ശക്തമായ സൈനിക നടപടി തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകുന്നത്. തെക്കൻ ഗാസയിലെ അൽമവാസി മേഖലയിലേക്ക് നീങ്ങാനാണ് നിർദ്ദേശം. ഗാസ യുദ്ധത്തിൽ സമാധാന ധാരണ ഉണ്ടാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരുന്നു. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ എന്താണ്? നിർദ്ദേശത്തിന് തൊട്ട് പിന്നാലെയാണ് കൃത്യമായൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗാസയിലെ സാധാരണക്കാരോട് ഉണ്ടായിരിക്കുന്നത്. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന നിർദ്ദേശം, അതായത് വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിയണം, മറ്റ് തെക്കൻ ഗാസയിലെ തീരമേഖലകളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജബലിയ, അതുപോലെ തന്നെ ഗാസ നഗരം എന്നീ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു പോകേണ്ടതുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഈ ഹമാസിന്റെ ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഈ ഗാസയിലും അതുപോലെ തന്നെ ജബലിയ മേഖലകളിലുമൊക്കെയാണ്. ആ മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ ഒരു സൈനിക ഓപ്പറേഷന്റെ സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ വലിയ രീതിയിലുള്ള ഒരു സൈനിക നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. ചിലയിടങ്ങളിലെല്ലാം തന്നെ സൈന്യത്തിന്റെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ശക്തമായ നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹമാസിനെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലും സുപ്രധാനമായ ഒരു ഘടകം എടുത്തു പറയേണ്ടത്, ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം ഊന്നി പറഞ്ഞിരുന്നു. ബന്ദികളുടെ മോചനത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന എന്ന് കൃത്യമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സൂചനകൾ അനുസരിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാനാകുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേനയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും കൃത്യമായി അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു സൈനിക നീക്കത്തിന് തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്,
നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഇറാനുമായുള്ള ആ ആക്രമണം, ഇറാനെ ആക്രമിച്ചത് മേഖലയിലെ, അതായത് ആ പ്രദേശത്തെ പശ്ചിമേഷ്യയിലെ തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ അവിടെയുള്ള സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നിർണായക നീക്കമായിരുന്നു അത്. ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഏറെ ഗുണകരമാക്കിയിട്ടുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഒരു ശാശ്വത സമാധാനത്തിനുള്ള നീക്കം കൃത്യമായി നടത്താൻ ഒരുങ്ങുന്നു. സ്വാഭാവികമായും തകർന്നുപോയ ഇറാനെ ഭീകര സ്വഭാവമുള്ള സംഘടനകളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഈ പ്രോക്സി യുദ്ധത്തിൽ ഏർപ്പെടാനോ സാധ്യതയില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ഇത്തരമൊരു കടുത്ത നീക്കത്തിലേക്കുള്ള തുടക്കമായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരിയായി സർ. പശ്ചിമബംഗാളിൽ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിന് തെളിവായി CCTV ദൃശ്യങ്ങൾ. പ്രതികൾ ഗാർഡ് റൂമിലേക്ക് വലിച്ചിഴച്ചുവെന്ന പെൺകുട്ടിയുടെ വാദം ശരിവെക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതേസമയം സംഭവത്തിൽ ജനരോഷം ശക്തമാകുന്നു. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സിലിഗുരി, കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ അരങ്ങേറിയ പ്രതിഷേധത്തിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, കൂടുതൽ CCTV ദൃശ്യങ്ങൾ തെളിവായി വരുന്നു, ഒപ്പം പ്രതിഷേധവും വലിയ തോതിൽ അലയടിക്കുകയാണ്. വിവരങ്ങൾ. വീണ, ബംഗാളിൽ നിയമ വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗത്തിനിരയായിട്ടുള്ള സംഭവത്തിൽ, കൂട്ടബലാത്സംഗത്തിനിരയായിട്ടുള്ള സംഭവത്തിൽ പെൺകുട്ടിയുടെ മൊഴിയും വാദങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് അന്വേഷണത്തിൽ ലഭിക്കുന്ന ഓരോ തെളിവുകളും ഉള്ളത്. മെഡിക്കൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ വളരെ കൃത്യമായി തന്നെ വിദ്യാർത്ഥിനി ശാരീരിക പീഡനത്തിനിരയായി എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ ഇപ്പോൾ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുകയാണ്. അതിൽ പെൺകുട്ടിയുടെ വാദം ശരിവെക്കുന്ന രീതിയിൽ ഈ പ്രതികളായിട്ടുള്ള മനോജിത് ശർമ്മ ഉൾപ്പെടെയുള്ളവർ, മനോജിത് മിശ്ര ഉൾപ്പെടെയുള്ളവർ ഈ പെൺകുട്ടിയെ 3 പേർ ചേർന്നുകൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളത്. ജനരോക്ഷം കൂടുതൽ ശക്തമാവുകയും പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ അന്വേഷണം കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ബംഗാൾ പോലീസ് തയ്യാറായിട്ടുള്ളത്. ആദ്യം ഈ ഒരു കേസ് ഒതുക്കി തീർക്കാനുള്ള വലിയ ശ്രമമായിരുന്നു ബംഗാളിൽ നടന്നിട്ടുള്ളത്. അതിനെതിരെയാണ് ഇത്രയും വലിയൊരു പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. ബംഗാളിൽ ഇത്തരത്തിൽ തുടർച്ചയായി പെൺകുട്ടികൾക്ക് നേരെ, വിദ്യാർത്ഥിനികൾക്ക് നേരെയും വനിതകൾക്ക് നേരെയും ശാരീരിക പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസുകളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ നമുക്കറിയാം, RG-കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലും അത്തരമൊരു സംഭവം മെഡിക്കൽ കോളേജിനുള്ളിൽ നടക്കുന്നത് തടയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അത്തരത്തിൽ അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും സ്വീകരിക്കേണ്ട നിയമ നടപടികളിൽ ബംഗാൾ സർക്കാരും പോലീസും കനത്ത വീഴ്ച വരുത്തിയിരുന്നു. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ സൗത്ത് കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി എന്ന വിദ്യാർത്ഥിനി തന്നെ തുറന്നു പറയുകയും അതിൽ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് നേരിട്ടത് എന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം പോലീസും സർക്കാർ സംവിധാനങ്ങളും ആദ്യ മണിക്കൂറുകളിൽ ആ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. തൃണമൂൽ MP കല്യാൺ ബാനർജിയുടെ വിവാദമായ പരാമർശം, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ ബലാത്സംഗം ചെയ്യുന്നതിന് സർക്കാർ എന്ത് ചെയ്യാനാണ് എന്നൊരു വിവാദ പരാമർശമായിരുന്നു തൃണമൂൽ നേതാവും MP-യുമായിട്ടുള്ള കല്യാൺ ബാനർജി നടത്തിയത്. അതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ വൻ പ്രതിഷേധ പ്രകടനം നടന്നു. ഇന്നലെ രാത്രി കൊൽക്കത്തയിലും സിലിഗുരിയും ഉൾപ്പെടെ പശ്ചിമ ബംഗാളിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. നൂറുകണക്കിന് വനിതകളാണ് ഓരോ സ്ഥലങ്ങളിലും അതിൽ പങ്കെടുത്തിട്ടുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം, ഈ സംഭവങ്ങൾ പ്രതിരോധിക്കാനും അതിൻ്റെ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സാധിച്ചില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രതികൾ തൃണമൂലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആ കേസുകൾ അട്ടിമറിക്കുന്നതിനും ഇരയ്ക്കുള്ള നീതി ഉറപ്പാക്കാതെ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന സമീപനം ബംഗാൾ പോലീസും ബംഗാൾ സർക്കാരും സ്വീകരിക്കുന്നതിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. ജനരോക്ഷം ശക്തമാവുകയാണ്. നിലവിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മനോജിത്ത് കൂടാതെ പീഡനത്തിന് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച മറ്റു 2 പേർ അതിനെല്ലാ തരത്തിലും സഹായകം ചെയ്യുകയും ഇത്തരമൊരു സംഭവം അറിഞ്ഞിട്ടും അത് അധികൃതരെ അറിയിക്കുകയോ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതിരുന്ന ഈ കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 4 പേരെ ഇതിനോടകം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ ജനരോക്ഷം അത്രയധികം ശക്തമാവുകയും പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ബംഗാൾ പോലീസ് ഇറങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾ ഇരയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ റിപ്പോർട്ടിലും പെൺകുട്ടി, ഈ വിദ്യാർത്ഥിനി ക്രൂരമായിട്ടുള്ള ശാരീരിക പീഡനത്തിനിരയായി എന്നാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ശരി ജിഷ്ണു. ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വലഞ്ഞ ജാർഖണ്ഡ്. മിന്നൽ പ്രളയത്തെ തുടർന്ന് സിംഗ്ഭൂം ജില്ലയിലെ സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂളിൽ
ഒരു രാത്രി മുഴുവൻ കുടുങ്ങിയ 162 വിദ്യാർത്ഥികളെ പോലീസും അഗ്നിശമന സേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ സ്കൂൾ പരിസരം വെള്ളത്തിനടിയിലായിരുന്നു. കെട്ടിടം വെള്ളത്തിൽ മുങ്ങിയതോടെ അധ്യാപകർ വിദ്യാർത്ഥികളെ മേൽക്കൂരയിലേക്ക് മാറ്റി. പോലീസും പ്രദേശവാസികളും ചേർന്നാണ് ബോട്ടുകളും മറ്റും എത്തിച്ച് വിദ്യാർത്ഥികളെ രക്ഷിച്ചത്. ശക്തമായ മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അമർനാഥ് തീർത്ഥാടന യാത്ര ജൂലൈ 2-ന് ആരംഭിക്കും. തീർത്ഥാടന യാത്രയുടെ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജിഷ്ണു തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിഷ്ണു, എന്തൊക്കെ പ്രധാനപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്? വീണ, അമർനാഥ് തീർത്ഥാടന യാത്ര ജൂലൈ 2-നാണ് ആരംഭിക്കുന്നത്. ജൂലൈ 2-ന് ജമ്മുവിലെ ബേസ് ക്യാമ്പിൽ നിന്ന് വാഹന വ്യൂഹത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ഉണ്ടാകും. അവിടെ നിന്ന് തീർത്ഥാടകരെ വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടായിരിക്കും അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്കായി കൊണ്ടുപോവുക. അതിൻ്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചിട്ടുള്ളത്. വിവിധ ഏജൻസികളുടെ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. പ്രത്യേകിച്ച് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ CRPF-ൻ്റെയും സൈന്യത്തിൻ്റെയും പ്രത്യേക പരിശോധനയും നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള മുഴുവൻ സമയ നിരീക്ഷണം ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും ഒപ്പം അമർനാഥ് തീർത്ഥാടന പാതയിലും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്ക് നേരെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണത്തിലുള്ള ശ്രമങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിനും അത്തരത്തിൽ യാതൊരു അനിഷ്ട സംഭവവും ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ട്രയൽ റൺ, ഈ വാഹന വ്യൂഹങ്ങളുടെ ട്രയൽ റൺ അമർനാഥ് തീർത്ഥാടന പാതയിൽ നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അമർനാഥ് തീർത്ഥാടകരെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും മറ്റു പാതയിലും എങ്ങനെയായിരിക്കും തീർത്ഥാടകരുടെ വാഹന വ്യൂഹം സഞ്ചരിക്കുക എന്ന് കൃത്യമായി പരിശോധിക്കുന്നതിനും വിവിധ ഏജൻസികളുടെ ഏകോപനം എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്, അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് പരിശോധിക്കുന്നതിനൊരു ട്രയൽ റൺ ഇന്നലെയും ഇന്ന് പുലർച്ചെ വരെയുമുള്ള സമയങ്ങളിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും മറ്റു പാതയിലുമായി നടത്തിയിട്ടുണ്ട്. കൂടാതെ തീർത്ഥാടകരോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായി സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ പാലിക്കണം, സംഘങ്ങളായി വേണം യാത്ര ചെയ്യാൻ തുടങ്ങി വളരെ കൃത്യമായി തീർത്ഥാടകർക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് ഗുഹയിൽ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തിൽ പ്രാർത്ഥന നടത്തുന്നതിനായി ഓരോ വർഷവും നിരവധി തീർത്ഥാടകരാണ് എത്താറുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം ഇത്തരത്തിൽ അമർനാഥ് തീർത്ഥാടന യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഭീകര സംഘടനകളുടെ വലിയ വെല്ലുവിളികളും അല്ലെങ്കിൽ തീർത്ഥാടന യാത്രയ്ക്ക് നേരെയുള്ള ഭീകരാക്രമണങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും അമർനാഥ് തീർത്ഥാടന യാത്ര വളരെ വിജയകരമായി നടപ്പാക്കുന്നതിനും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയ്ക്കും ഭരണകൂടത്തിനും സാധിച്ചിട്ടുണ്ട്. ഇത്തവണ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രദ്ധയും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് തീർത്ഥാടന യാത്രയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. അത് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഉൾപ്പെടെയുള്ളവർ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സൈന്യം, CRPF, ജമ്മു കാശ്മീർ പോലീസ്, സന്നദ്ധ പ്രവർത്തകർ ഇവരെയെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളത്. വീണ. ശരി ജിഷ്. സംസ്ഥാനത്തെ ലഹരിക്കടത്തുകളുടെ മുഖ്യ കണ്ണികളായി വിവിധ ഭാഷാ തൊഴിലാളികൾ. നേരത്തെ കഞ്ചാവ് കേസുകളാണ് ഇവർക്കെതിരെ കൂടുതലായി രജിസ്റ്റർ ചെയ്തിരുന്നത് എങ്കിൽ സിന്തറ്റിക് ലഹരിയുടെയും മൊത്തക്കച്ചവടക്കാരും ഇടനിലക്കാരുമായി ഇവർ മാറിക്കഴിഞ്ഞു. ലഹരിക്ക് അടിമകളായി പെരുമ്പാവൂരിലടക്കം വിവിധ ഭാഷാ തൊഴിലാളികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ്. ജൂൺ മാസത്തിൽ എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ മാത്രം വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെട്ട നിരവധി ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ സൂക്ഷിച്ച 24 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശിയായ ഇനാമുൽ ഹക്ക് പിടിയിലായതും 55 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി ആഷാദുള്ള പിടിയിലായതുമെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അസമിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന ഹെറോയിൻ ചെറിയ ഡെപ്പികളിലാക്കി 850 രൂപ നിരക്കിലായിരുന്നു വിറ്റത്. പെരുമ്പാവൂർ, കുന്നത്തുനാട് എക്സൈസ് ടീമുകളായിരുന്നു ഈ കേസുകൾ പിടിച്ചത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 5 ലക്ഷം രൂപയുടെ കഞ്ചാവ് കൈമാറുന്നതിനിടെ വിവിധ ഭാഷാ തൊഴിലാളികളെ കുറുപ്പുംപടി പനച്ചയംകവലയ്ക്കടുത്ത് നിന്നും പെരുമ്പാവൂർ SP ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ്. 18.5 കിലോ കഞ്ചാവും പിടികൂടിയിരുന്നു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഗലീൽ മണ്ഡൽ, സമീം എന്നിവരായിരുന്നു പിടിയിലായത്. വിവിധ ഭാഷാ തൊഴിലാളികൾക്കിടയിൽ തന്നെയാണ് ഇവരുടെ വിൽപ്പന നടക്കുന്നത്.
ഇത്തരത്തിൽ മാരക ലഹരിക്ക് അടിമകളായവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള ലഹരി കേസുകൾ പരിശോധിക്കുമ്പോഴും വിവിധ ഭാഷ തൊഴിലാളികളാണ് പ്രതിസ്ഥാനത്ത് കൂടുതലായുള്ളത്. ജനം, കൊച്ചി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി ആക്ഷേപം. തിരുവനന്തപുരം ആറ്റിങ്ങൽ വാമനപുരം നദിക്കരയിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത്. ദിവസം കഴിയുന്തോറും മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത് അല്ലാതെ നിസ്സംഗ മനോഭാവം വെടിഞ്ഞ് നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി പരാതി. മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ആറ്റിങ്ങൽ നഗരസഭയിൽ തോട്ടാവാരം ബൈപ്പാസ് നിർമ്മാണ മേഖലയിൽ വാമനപുരം നദിക്കരയിലാണ് പരസ്യമായി മാലിന്യ നിക്ഷേപണം നടത്തുന്നത്. ലോഡ് കണക്കിന് മാലിന്യമാണ് പ്രതിദിനം ഇവിടെ കൊണ്ടുവരുന്നത്. ആഹാരാവശിഷ്ടങ്ങൾ, കുടിവെള്ള കുപ്പികൾ, ഭക്ഷണ കണ്ടെയ്നറുകൾ എന്നിവയാണ് മാലിന്യത്തിലുള്ളത്. മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിലാണ് കൊണ്ടു തള്ളിയിരിക്കുന്നത്. ട്രെയിനുകളിൽ നിന്നുള്ള മാലിന്യവും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 1-2 ആഴ്ച റിപ്പോർട്ടിലേക്ക് വരാം. ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വിവരങ്ങളിലേക്ക് വരാം. ഡോക്ടർ ഹാരിസ് രാവിലെ കൂടി മാധ്യമങ്ങളോട് സംസാരിച്ച എല്ലാ ദിവസവും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സമഗ്ര അന്വേഷണം നടത്താനൊക്കെ തീരുമാനിച്ച സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് അറിയാം. വരും മണിക്കൂറിൽ നമുക്കിപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കോഴിക്കോട് വടകര ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര മൈതാനത്ത് ഭക്തർ വിളക്ക് വയ്ക്കുന്ന കല്ലടക്കം അടിച്ചു തകർത്ത് ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രതികാര നടപടി. മുസ്ലിം ലീഗും RMPയും ഭരിക്കുന്ന പഞ്ചായത്ത് അനധികൃതമായി ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവൃത്തി നടത്തുകയാണെന്ന പരാതി നേരത്തെ ഭക്തർ ഉന്നയിച്ചിരുന്നു. ക്ഷേത്രഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഈ സ്റ്റേ നിലനിൽക്കെ വീണ്ടും ഇവിടെ ഈ കല്ല് അടിച്ച് തകർക്കുന്ന രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ തന്നെയാണോ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അറിയേണ്ടത്. ഈ പ്രതികാര നടപടി ഈ ക്ഷേത്രത്തിനോട് കാണിക്കുമ്പോൾ ഹൈക്കോടതി വിധി നിലനിൽക്കുന്നുണ്ട്, ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പഞ്ചായത്തിനും വ്യക്തമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. കോഴിക്കോട് വടകര ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര മൈതാനത്തുള്ള സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നേരത്തെ തന്നെ ജനം TV വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നതാണ്. ഭക്തർ വിളക്ക് വയ്ക്കുന്ന കല്ലടക്കം അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. കാരണം ഇവിടെ ഈ ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി അനധികൃതമായ ഒരു നിർമ്മാണം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ നേരത്തെ നൽകിയത്. അതിനെതിരെ ഭക്തർ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഇതിന് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അനഘ, എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? വീണ, ഏറ്റവും ഒടുവിൽ അതായത് ഈ ഭക്തർ ഈ ശിവഭഗവതി ക്ഷേത്രത്തിൽ ഈ ഭക്തർ എത്തി അവിടെ ഈ ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് ഭക്തർ പ്രാർത്ഥിക്കുന്ന വിളക്ക് വെക്കുന്ന ഒരു ശിലയുണ്ട്. ഈ ശിലയടക്കം ഈ RMPയും മുസ്ലിം ലീഗും ഭരിക്കുന്ന ഏറാമല ഗ്രാമപഞ്ചായത്ത് അധികൃതർ എത്തി മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് അത് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ RMPയും മുസ്ലിം ലീഗും ഭരിക്കുന്ന ഏറാമല പഞ്ചായത്ത് ഈ ശിവഭഗവതി ക്ഷേത്രത്തിന്റെ ആ ഭൂമി കയ്യേറാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇത് 1-2 ദിവസമായി നടക്കുന്ന പ്രവർത്തനമല്ല, വർഷങ്ങളായി ഇവർ ഇത്തരത്തിൽ ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ, അതായത് ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഈ ക്ഷേത്രഭൂമിയിൽ പഞ്ചായത്തിന് അധികാരം ഉണ്ട് എന്നാണ്. എന്നാൽ ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ ഹിന്ദു ഐക്യവേദി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖ നൽകുകയും ഈ ക്ഷേത്രഭൂമിന്റെ അധികാരം പറയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഈ പഞ്ചായത്തിന്റെ കൈവശം ഇല്ല എന്നതാണ് വിവരാവകാശ രേഖയിൽ നിന്നടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ പഞ്ചായത്തിന്റെ ആസ്തി വികസന രേഖയിൽ അനധികൃതമായി ഈ ശിവഭഗവതി ക്ഷേത്രത്തിന്റെ പേര് എഴുതി ചേർക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഭൂമി കൈവശപ്പെടുത്താനുള്ള നീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ ക്ഷേത്രഭൂമിയുടെ ഒരു രീതിയിലുള്ള രേഖയും പഞ്ചായത്തിന്റെ കൈവശമില്ല എന്ന വിവരാവകാശ രേഖ പുറത്തു വന്നു. അങ്ങനെ
അങ്ങനെയാണ് ഈ ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ ഭക്തരും ചേർന്ന് ഈ കോടതിയെ സമീപിച്ചതും ഈ ഭൂമിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം അത് സ്റ്റേ ചെയ്യണമെന്ന ഉത്തരവ് ഈ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും നിർബന്ധപൂർവം, അതായത് ഭക്തരുടെ വികാരത്തിന് അല്ലെങ്കിൽ ഭക്തർക്ക് ഒരു വിലയും നൽകാതെ ഇത്തരത്തിൽ ആ ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ചു കയറുകയും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചു ചിരാതും ഭക്തർ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ശിലയും അത് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതിയിലാണ്, നശിപ്പിക്കുന്ന നിലപാട് അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ് ഈ ഏറാമല ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന നടപടി. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സംഗമം ഉണ്ടാകും എന്നാണ് ഭക്തർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായി, അതായത് പഞ്ചായത്തിന് ഒരു അവകാശവും ഇല്ല എന്ന ഈ ഭൂമിയിൽ, ക്ഷേത്രഭൂമിയിൽ പഞ്ചായത്തിന് ഒരു അവകാശവുമില്ലെന്ന വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രഭൂമിയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവൃത്തിയും നടത്താൻ പാടില്ലെന്ന് കോടതിയും ഉത്തരവിട്ടിട്ടുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് മനഃപൂർവ്വം ക്ഷേത്രഭൂമി കയ്യേറാനുള്ള ശ്രമം നടത്തുന്നത് എന്ന പരാതിയാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ വടകര നഗരപ്രദേശത്ത് നിരവധി പ്രദേശമുണ്ട്. ഇത്തരത്തിൽ തരിശായി കിടക്കുന്ന നിരവധി ഭൂമിയുണ്ട്. ആ ഭൂമിയിലൊക്കെ പഞ്ചായത്തിന് തങ്ങളുടെ പ്രവൃത്തി ഏതെങ്കിലും തരത്തിലുള്ള കെട്ടിടം പണിയണമെങ്കിൽ പഞ്ചായത്തിന് കൃത്യമായി അതവിടെ പണിയാൻ സാധിക്കും. പക്ഷേ അതൊന്നുമല്ലാതെ ഈ ക്ഷേത്രഭൂമിയിൽ തന്നെ ഇത്തരത്തിലൊരു കെട്ടിട നിർമ്മാണം നടത്തണം അല്ലെങ്കിൽ ശൗചാലയം പണിയണം എന്നതടക്കമുള്ള നീക്കം പഞ്ചായത്തിന്റെ കടുംപിടുത്തമാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു നീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമാണ് ഉയർന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. വീണ, ഓക്കെ, ശരിയാണ്. റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് കോമ്പൗണ്ടിലെ കുടിവെള്ള ടാങ്ക് അപകടാവസ്ഥയിലാണ്. 75,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ്. പക്ഷെ അത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് എന്നറിയുന്നു. ടാങ്കിന് ബദലായി ലക്ഷങ്ങൾ ചിലവാക്കി മറ്റൊരു ടാങ്ക് 2015 നിർമ്മിച്ചിരുന്നു. അത് ഉപയോഗിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. 1982 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിർമ്മിച്ചതാണ് അകത്തേത്തറ പഞ്ചായത്തിനോട് ചേർന്നുള്ള കുടിവെള്ള ടാങ്ക്. എന്നാൽ ഇപ്പോൾ കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പികൾ വരെ പുറത്തു കാണുന്ന ടാങ്ക് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. ടാങ്കിന് താഴ്ഭാഗത്തായി മൃഗാശുപത്രി, ആയുർവേദ ആശുപത്രി, പഞ്ചായത്ത്, ഓട്ടോ സ്റ്റാൻഡ്, മാവേലി സ്റ്റോർ തുടങ്ങിയ ധാരാളം ജനങ്ങളെത്തുന്ന പ്രധാന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ടാങ്കിന്റെ ശോചനീയാവസ്ഥയിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. നിലവിലുള്ള വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടുത്തെ അകത്തേത്തറയത്തെ ജനങ്ങൾ വളരെ ഭീതിയിലും കൂടിയാണ്. കാരണം 1988 നിർമ്മിച്ച വാട്ടർ ടാങ്ക്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ നമുക്കറിയാൻ പറ്റും. നിലവിലെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യമാണ്. കാരണം അകത്തേത്തറ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വാട്ടർ ടാങ്കിൻ്റെ കീഴിലാണ്, താഴെയാണ് ആയുർവേദ ആശുപത്രി, അതുപോലെ തന്നെ വെറ്റിനറി ആശുപത്രി, അതുപോലത്തെ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്, ഓട്ടോ സ്റ്റാൻഡ്, അതുപോലത്തെ നിരവധി ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്ന സ്ഥലവും കൂടിയാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് താഴെയുള്ളത്. ഇതിന് പകരമായിട്ടാണ്, ഈ വാട്ടർ ടാങ്കിന് പകരമായിട്ടാണ് 2015 VSൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ പുതിയൊരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുകയുണ്ടായി. പക്ഷെ നാളെ ഇതുവരെ അകത്തേത്തറത്തെ ജനങ്ങൾക്കോ ഇവിടുത്തെ നാട്ടുകാർക്കോ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ടാങ്ക് അപകടാവസ്ഥയിലായതിനാൽ 2015 പ്രസ്തുത ടാങ്കിന് ബദലായി പുതിയ ടാങ്ക് നിർമ്മിച്ചുവെങ്കിലും അത് ഇതുവരെ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. അകത്തേത്തറ പഞ്ചായത്തിലെ പുതിയ ടാങ്കായിട്ട് 2015 സെപ്റ്റംബർ മാസം ആണ് ഈ പുതിയ ടാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. പുതിയ ടാങ്ക് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് പുതിയ വാട്ടർ ടാങ്ക്. കാരണം അതിൻ്റെ ഫലകം പോലും വെച്ചിട്ടില്ല, അതടക്കം കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത്. ഈ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ ഇതിന് കൃത്യമായിട്ട് എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ അതിപ്പോൾ മായ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള പഞ്ചായത്തിലും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലും ഇതിൻ്റെ അഴിമതി നടക്കുന്നുണ്ട്. ആ അഴിമതിയെക്കുറിച്ച് തുടർ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുമെന്നാണ് BJPക്ക് പറയാനുള്ളത്. പുതിയ വാട്ടർ ടാങ്ക് കെട്ടാനുള്ള ഉദ്ദേശം കല്ലേക്കുളയുടെ ഭാഗത്തേക്ക് പഴയ ടാങ്കിൽ നിന്ന് വെള്ളം കയറില്ല എന്നുള്ളതാണ് സത്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടാങ്ക് കെട്ടിയത്. ഈ ടാങ്ക് പഴയ ടാങ്കിനേക്കാളും ഒരടി താഴ്ത്തി കെട്ടിയത് കൊണ്ടാണ് ഈ ടാങ്ക് ഉപയോഗിക്കാണ്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ജനങ്ങൾക്ക് പരാതിയായിട്ട് വരാൻ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇതിനെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞ സമയത്താണ് ഈ വിഷയം ജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. ശോചനീയാവസ്ഥയിലായ ടാങ്ക് പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. അതേസമയം വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ യാതൊരു മറുപടിയും നൽകുന്നില്ലെന്ന പരാതിയുമുണ്ട്. ജനം, പാലക്കാട്. ദേശീയപാതാ നിർമ്മാണ മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി ആക്ഷേപം. തിരുവനന്തപുരം ആറ്റിങ്ങൽ വാമനപുരം നദിക്കരയിലാണ് സാമൂഹ്യ വിരുദ്ധർ
മാലിന്യം തള്ളുന്നത്. ദിവസം കഴിയുന്തോറും മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത് അല്ലാതെ നിസ്സംഗ മനോഭാവം വെടിഞ്ഞ് നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ദേശീയപാത നിർമ്മാണ മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി പരാതി. മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ആറ്റിങ്ങൽ നഗരസഭയിൽ തോട്ടാവാരം ബൈപ്പാസ് നിർമ്മാണ മേഖലയിൽ വാമനപുരം നദിക്കരയിലാണ് പരസ്യമായി മാലിന്യ നിക്ഷേപണം നടത്തുന്നത്. ലോഡ് കണക്കിന് മാലിന്യമാണ് പ്രതിദിനം ഇവിടെ കൊണ്ടുവരുന്നത്. ആഹാരാവശിഷ്ടങ്ങൾ, കുടിവെള്ള കുപ്പികൾ, ഭക്ഷണ കണ്ടെയ്നറുകൾ എന്നിവയാണ് മാലിന്യത്തിലുള്ളത്. മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിലാണ് കൊണ്ടു തള്ളിയിരിക്കുന്നത്. ട്രെയിനുകളിൽ നിന്നുള്ള മാലിന്യവും ഇതിലുൾപ്പെടുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായിട്ട് ഈ പ്രദേശത്ത് നിരവധി വേസ്റ്റ്, അത് പ്ലാസ്റ്റിക് വേസ്റ്റാണ് പ്രധാനമായിട്ട് അതിനകത്തുള്ളത്. ക്യാരി ബാഗ്സും അതുപോലെ തന്നെ കുപ്പി, വെള്ളത്തിൻ്റെ കുപ്പി, അത്തരത്തിലുള്ള ഈ പ്ലേറ്റുകൾ, ആഹാരം കഴിച്ചതിൻ്റെ വേസ്റ്റ് ഇതൊക്കെയാണുള്ളത്. ഇവിടെ ഡംപ് ചെയ്യുന്ന സ്ഥിരം പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. ട്രെയിനുകളിലെ മാലിന്യ നീക്കത്തിന് കരാറെടുക്കുന്നവർ ശേഖരിക്കുന്ന മാലിന്യം ഇവിടെ കൊണ്ട് തള്ളുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നത്. റെയിൽ നീർ ഉൾപ്പെടെയുള്ള ട്രെയിനിലെ ഭക്ഷണപാനീയങ്ങളുടെ പാക്കറ്റുകളും കുപ്പികളും ഈ മാലിന്യക്കൂട്ടത്തിൽ കൂടുതലായുള്ളത്. കുറച്ച് ദിവസങ്ങളായി ഇവിടെ മാലിന്യം നിക്ഷേപിക്കുകയാണ്. ദിവസം കഴിയുന്തോറും മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. മാലിന്യം കൊണ്ടുവരുന്ന ലോറികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നാട്ടുകാർ നടത്തുന്നത്. ചെറിയ വണ്ടികളിലല്ല, ടോറസ് വണ്ടികളിലാണ് വരുന്നത്. ഇന്നലെ ഒരു വണ്ടി കാണാൻ പറ്റി, പക്ഷേ അതിൻ്റെ നമ്പരും മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. ഒരു ടോറസ് വണ്ടിയിൽ രാത്രി 9 മണിക്കും അതിനുശേഷവുമാണ് ബാക്കി 2 ലോഡുകളും വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മുനിസിപ്പാലിറ്റിയെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അനന്തര നടപടികൾ എന്തായെന്ന് അറിയില്ല. എന്നാൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രാപ്പകൽ ഒരേപോലെ ടോറസ് ലോറികൾ കടന്നു പോകുന്നുണ്ട്. അതിനാൽ മാലിന്യ നിക്ഷേപം എപ്പോഴാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ദേശീയപാത ബൈപ്പാസ് നിർമ്മാണ മേഖലയിൽ കൊല്ലമ്പുഴ ഭാഗത്ത് 2 ദിവസം മുൻപ് ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തിയിരുന്നു. അതിനുശേഷമാണ് തോട്ടംവാര മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം പുരവിയിൽ ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം 24ാമത് പ്രതിഷ്ഠാ വാർഷികവും ഉത്രം പൊങ്കാല മഹോത്സവവും ജൂലൈ 1 മുതൽ ജൂൺ 29 മുതൽ 3 ദിവസങ്ങളിൽ നടക്കുന്ന മഹോത്സവത്തിൽ വിശേഷാൽ പൂജയും വഴിപാടുകളുമൊക്കെയാണ് നടക്കുന്നത്. 1ാം ദിവസമായി ഇന്നലെ സാംസ്കാരിക സമ്മേളനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും നൽകി ആദരിച്ചു. മിഥുനമാസത്തിലെ ഉത്രം നാളിലാണ് പൊങ്കാല മഹോത്സവം. 24ാമത് പ്രതിഷ്ഠാവാർഷികവുമായി ബന്ധപ്പെട്ട് 3 ദിവസങ്ങളിലായി വിശേഷാൽ പൂജയും വഴിപാടുകളുമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം പുരവിയിൽ ശ്രീ ചാമുണ്ടേശ്വരി ദേവി ക്ഷേത്രം കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അന്നപൂർണ ദേവിയുടെ പ്രതിഷ്ഠാരൂപമുള്ള ക്ഷേത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലെ അന്നപൂർണ ദേവി പ്രതിഷ്ഠയുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലെ ഒന്നാണ് ഈ പുരവിയൽ ചാമുണ്ടേശ്വരി ക്ഷേത്രം. ചാമുണ്ഡി ദേവിക്ക് തുല്യമായിട്ട് തന്നെ അന്നപൂർണ ഭഗവതിയെ വരുന്നവർക്കെല്ലാവർക്കും അന്നം നൽകി അവരുടെ തൃപ്തിയോടുകൂടി പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി സാക്ഷാൽ ഭഗവതി അന്നപൂർണ ഭാവത്തിൽ ചട്ടുകവും തവിയോടുകൂടി നിൽക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹപ്രതിഷ്ഠയുള്ള തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ അന്നപൂർണ പ്രതിഷ്ഠ. ആ ചാമുണ്ഡി ഭക്തർക്ക് എല്ലാവിധത്തിലുള്ള അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കത്തക്ക അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ പരിലസിച്ച് വരുന്നത്. ചാമുണ്ഡി ദേവിയുടെ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് തന്നെ കളരി ദേവതയായിട്ടും ആചരിക്കുന്നു. 600 വർഷത്തെ പഴക്കമുണ്ട് പുരവിയിൽ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ചൈതന്യത്തിന്. ഈ ക്ഷേത്രം 8 വീട്ടുപിള്ളമാരിൽ വെങ്ങാനൂർ പിള്ളയുടെ ഒരു പരദേവത ക്ഷേത്രമായിട്ടാണത് വിശ്വസിച്ചു വരുന്നത്. ഇവിടുത്തെ ചൈതന്യത്തിന് ഏകദേശം ഒരു 600 വർഷത്തോളം പഴക്കം. ആദ്യം ഈ ചൈതന്യം കൊണ്ടുവന്നത് കാവിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒരു വളരെ പ്രസിദ്ധമായൊരു കാവും ഇവിടുത്തെ ആയില്യം വളരെ പ്രസിദ്ധമാണ്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചാമുണ്ടേശ്വരി ദേവിയും തൊട്ടടുത്തായിട്ട് തുല്യ പ്രാധാന്യത്തോടെ അന്നപൂർണേശ്വരി ദേവിയുമുണ്ട്. എല്ലാ വർഷവും മിഥുന മാസത്തിൽ ഉത്രം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വാർഷിക ചടങ്ങുകൾ നടക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമൊന്നും കൂടെ ഖ്യാതിയും കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട്. കാലങ്ങൾക്ക് മുന്നേ കളരിയുടെ ഇളങ്കമായിരുന്നു പുരവിയിൽ ചാമുണ്ഡി ക്ഷേത്രം. അഭീഷ്ടവരധാനിയായ ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. വളരെയധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. തുടക്കത്തിൽ ഒരു പന്തീരടി ഇലങ്കമായിരുന്നു
ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയുള്ള പന്തിരടി എലങ്കമായിരുന്നു. അന്ന് കലമാൻ കൊമ്പും വാളും അങ്ങനെ വച്ച് പൂജിച്ചു വന്ന ദേവതയാണ്. പിന്നെ കാലക്രമം കൊണ്ട് ഇത് പുനരുദ്ധാരണം നടന്നു ഇന്ന് ഈ രീതിയിലായി. ചാമുണ്ടേശ്വരി ദേവിയെ പോലെ തന്നെയാണ് ഇവിടെ അന്നപൂർണേശ്വരി ദേവിക്കും തുല്യ പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ ഈ പരിസരവാസികൾക്ക് മൊത്തം തന്നെ വളരെയധികം ദേവിയിൽ വിശ്വാസമാണ്. കാര്യം അഭീഷ്ട വരദായിനിയായിട്ടാണ് ദേവിയെ കണക്കാക്കുന്നത്. കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടാലും ദേവിയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്ന് ഇവിടുത്തെ ആളുകളെല്ലാം വിശ്വസിച്ചു വരുന്നു. ജൂൺ 29 തീയതി പ്രതിഷ്ഠാ വാർഷികത്തോടുകൂടി ആരംഭിച്ച മഹോത്സവം ജൂലൈ 1 തീയതി ഉത്രം പൊങ്കാലയോടുകൂടി പര്യവസാനിക്കും. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും നൽകി ആദരിച്ചു. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് തിരുവമ്പാടി ലീഗിനുള്ളിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. ലീഗിൽ നിന്ന് പുറത്താക്കിയവരും നിലവിലെ യൂണിറ്റ് ഭാരവാഹികളും ഒരുമിച്ച് യോഗം ചേർന്നു. പുല്ലുരാംപാറ ലീഗ് ഹൌസിൽ വെച്ചാണ് മീറ്റിംഗ് നടന്നത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. നിലവിലെ ഭാരവാഹികൾ സ്ഥാനം രാജിവെച്ചേക്കുമെന്നാണ് സൂചന. മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് തിരുവമ്പാടിയിൽ കുടുംബസംഗമം നടത്തിയതിന് തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ എന്താണ്? വീണ, തിരുവമ്പാടി ലീഗിനുള്ളിൽ വിഭാഗീയ പ്രവർത്തനം അതിരൂക്ഷമാണ്. അതായത് ലീഗിൽ നിന്ന് ഒരു വിഭാഗം ഉടൻ തന്നെ മാറും, അല്ലെങ്കിൽ അതിൽ നിന്ന് ലീഗിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകും എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ ലീഗിൽ നിന്ന് ലീഗിലെ വിഭാഗീയരായിട്ടുള്ള ആളുകൾ ചേർന്ന് തിരുവമ്പാടി അതുപോലെ തന്നെ പുല്ലൂരാംപാറ ലീഗ് ഹൗസിൽ വെച്ച് ഒരു രഹസ്യ മീറ്റിംഗ് നടത്തുകയുണ്ടായി. ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ലീഗിന്റെ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു മീറ്റിംഗ് നടന്നിരിക്കുന്നത്. അതായത് ലീഗ് നേതൃത്വത്തോട് പരസ്യമായി എതിർപ്പുള്ള ലീഗിലെ തന്നെ ഒരു വിഭാഗം ആളുകളാണ് ഇന്നലെ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നത്. അതായത് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് ഇത്തരത്തിൽ ലീഗ് നേതൃത്വത്തോട് കൃത്യമായി അമർഷമുണ്ട്, അത് രേഖപ്പെടുത്തിയ നിരവധി ആളുകളാണ് ഇന്നലെ ആ ലീഗ് ഹൗസിൽ ചേർന്ന മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ നേതൃത്വം നൽകിയിരിക്കുന്നത് ഈ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുറഹ്മാനാണ്. ഈ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കുടുംബസംഗമം നടത്തിയതിന്റെ പേരിൽ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലീഗിലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുറഹ്മാനെ ലീഗ് നേതൃത്വം നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെയുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്നലെ പുല്ലൂരാംപാറ ലീഗ് ഹൗസിൽ വെച്ച് രഹസ്യ മീറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ഈ മീറ്റിംഗിൽ ഈ ചർച്ച നടന്നിരിക്കുന്നത്, അതായത് ലീഗ് നേതൃത്വത്തോട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്, എടുക്കുന്ന നിലപാടുകളോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലീഗിൽ നിന്ന് മാറി നിൽക്കും. അതായത് പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട് വിവിധ ചുമതലകൾ വഹിക്കുന്നവരാണ് ഇന്നലെ ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഈ ചുമതല രാജിവെച്ച് പുറത്ത് പോകാനുള്ളൊരു നീക്കം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ലീഗ് നേതൃത്വം ഇത്തരത്തിൽ ലീഗിനോട് പിണങ്ങി നിൽക്കുന്നവരെ ഏതെങ്കിലും രീതിയിൽ അനുനയിപ്പിക്കാനുള്ളൊരു നീക്കം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അതിന്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് കുടുംബസംഗമം നടത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുറഹ്മാനെ അടക്കം സസ്പെൻഡ് ചെയ്തതിൽ ഈ അബ്ദുറഹ്മാന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പൊന്നും പക്ഷേ ലീഗ് നേതൃത്വം വകവെക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തിരുവമ്പാടിയിലെ ലീഗിലെ തന്നെ വിഭാഗീയ പ്രവർത്തനം ലീഗിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ളൊരു നീക്കം ഉണ്ടാകുമോ എന്നാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയാനുള്ളത്. വീണ. ഓക്കെ, ശരിയാണ്. കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ്. തട്ടിപ്പ് നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും തട്ടിയെടുത്ത 40 ലക്ഷത്തിൽ 39 ലക്ഷം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതികളെ നുണപരിശോധനയ്ക്കടക്കം വിധേയരാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. രാമനാട്ടുകരയിലെ ഇസാഫ് ബാങ്കിന്റെ 40 ലക്ഷം രൂപ കവർന്ന കേസിലാണ് അന്വേഷണം പാതി വഴിയിൽ നിൽക്കുന്നത്. പ്രധാന പ്രതി ഷിബിൻലാലിൽ നിന്ന് 55,000 രൂപ മാത്രമാണ് പോലീസിന് കണ്ടെത്താനായത്. ഷിബിൻലാലിന്റെ ഭാര്യ കൃഷ്ണരേഖ, ബന്ധുക്കളായ ദിനാരാജു, കുട്ടാപ്പി എന്നിവരെയും കഴിഞ്ഞ ദിവസം പോലീസ് പ്രതി ചേർത്തിരുന്നു. ഷിബിൻലാലിന്റെ കൂടെ ഇസാഫ് ബാങ്കിൽ പോയി തനിക്ക് പന്തീരങ്കാവ് ഗ്രാമീൺ ബാങ്കിൽ 10 ലക്ഷം ഗോൾഡ് ലോൺ ഉണ്ടെന്ന് വ്യാജ സത്യവാങ്മൂലം കൃഷ്ണരേഖ നൽകിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു.
അക്ഷയ ഫിനാൻസിൽ 40 ലക്ഷത്തിന്റെ ഗോൾഡ് ഉണ്ടെന്നും ടേക്ക് ഓവർ ചെയ്യാനെന്നും കാണിച്ച് തട്ടിപ്പിന് 2 ദിവസം മുമ്പ് കൃഷ്ണരേഖ പുതിയ അക്കൗണ്ടും എടുത്തിരുന്നു. പ്രതിയാണെന്നറിഞ്ഞിട്ടും ഷിബിൻലാലിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാണ് മറ്റു 2 പേർക്കുമെതിരെയുള്ള കുറ്റം. ബാങ്കിൽ നിന്ന് പന്തിരങ്കാവിലെ അക്ഷയ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് പണവുമായി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് ബാങ്ക് ജീവനക്കാരാണെന്നും അതിന്റെ കമ്മീഷനായി ലഭിച്ച തുകയാണ് 55,000 എന്നുമാണ് ഷിബിൻലാൽ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ബാങ്ക് ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തതിൽ നിന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പണം മറ്റാരുടെയോ കയ്യിൽ പ്രതി ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സാഹചര്യത്തിലാണ് പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജനം, കോഴിക്കോട്. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ നിയമനം ചട്ടങ്ങൾ കാറ്റിൽ പറത്തി. എയ്ഡഡ് കോളേജിൽ നിന്നുള്ള ഒരാളെ ഡെപ്യൂട്ടേഷനിൽ രജിസ്ട്രാറായി നിയമിക്കാൻ നിയമമില്ല എന്നിരിക്കെ അനിൽകുമാറിന്റെ നിയമനം 2021 CPM സിൻഡിക്കേറ്റ് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ലംഘിച്ച് ഡെപ്യൂട്ടേഷൻ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിയമനം നടത്തിയത്. സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ തടസ്സം നിന്ന സാഹചര്യത്തിലാണ് രജിസ്ട്രാറുടെ നിയമനം ഒരിക്കൽ കൂടി ചർച്ചയാകുന്നത്. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, എന്താണ് മനസ്സിലാകുന്നത്? വീണ, കേരള സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ 25-ാം തീയതിയാണ് ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാവുകയും ഭാരതാംബ ചിത്രം മാറ്റുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടത്. ഈ രജിസ്ട്രാറുടെ നിയമനം തന്നെയാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി ഉയരുകയും ചെയ്തത്. ഡെപ്യൂട്ടേഷൻ ഉദ്യോഗസ്ഥൻ, നിയമനാധികാരി സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുമാണ്. ഒരു ഡെപ്യൂട്ടേഷൻ നിയമനമാണ് ഈ നടന്നിട്ടുള്ളത് രജിസ്ട്രാറുടെ. സ്വാഭാവികമായും സർവകലാശാല അഭിലേഷൻ ഉണ്ടെന്നത് മാത്രമുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം നടന്നത്. അത് ഒരിക്കലും ചട്ടപ്രകാരം നടക്കാൻ പാടില്ലാത്ത നിയമനമാണ് എന്നുള്ളതാണ് ചില ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഈ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് കെ എസ് അനിൽകുമാറിനെ അവിടെ നിയമിച്ചത് എന്നുള്ളതാണ് രേഖകളടക്കം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അനിൽകുമാർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. ആ ഇരിക്കിയ സമയത്താണ് 2021 അദ്ദേഹത്തിന് ഒരു ഡെപ്യൂട്ടേഷൻ നിയമനം നൽകുന്നത്. DB കോളേജ് എയ്ഡഡ് കോളേജുകളുടെ നിയമാവലിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിൽ ഡെപ്യൂട്ടേഷനിലേക്ക് ചുമതലപ്പെടുത്തുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ചട്ടലംഘനമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇവിടുത്തെ നിയമനാധികാരി എന്നുള്ളത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ അധികാരി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അത്തരത്തിലൊരു നിയമനമോ മറ്റോ ഏതെങ്കിലും തരത്തിൽ നടത്തണമെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ചുമതലയുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ചില ഇടത് നേതാക്കളുടെ സമ്മർദ്ദത്തിനും ഇടത് നേതാക്കളുടെ പിൻബലത്തോടുകൂടി ഇത്തരത്തിലൊരു നിയമനം സർവകലാശാലയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന് പോലും ചില ഘട്ടങ്ങളിൽ ഇടപെടാനായിട്ടില്ല എന്നുള്ളതും ഈ ഒരു വിവരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2020 കോളേജ് പ്രിൻസിപ്പൽ ആ സ്ഥാനത്തെത്തിയ അനിൽകുമാറിന് 2021 ഡെപ്യൂട്ടേഷനിൽ രജിസ്ട്രാറായി CPMന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ സർക്കാരും അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് നിയമിക്കുന്നത്. നിയമനം മാത്രമല്ല അത് പുനർനിയമനം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥിരപ്രതിഷ്ഠ കൂടിയായി അത് മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പുനർനിയമനത്തിൽ എതിർത്തത് ആകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എതിർത്തത് ഡോക്ടർ വിനോദ് കുമാർ TG നായരും ഒപ്പം തന്നെ PS ഗോപകുമാറും മാത്രമാണ്. അവർ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. BJPയുടെ ഒക്കെ ചുമതലകളുണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ BJPയുമായിട്ടൊക്കെ അനുഭവം ഉണ്ടായിരുന്ന ഈ 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രമാണ് ഈ ഒരു നിയമനത്തിൽ എതിർത്തത്. പക്ഷേ ആ എതിർപ്പ് പോലും മറികടന്നുകൊണ്ട് ഭൂരിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഒക്കെ പിൻബലത്തോടുകൂടി ഇടത് നേതാക്കന്മാരുടെ പിൻബലത്തോടുകൂടി ഈ രജിസ്ട്രാറെ അവിടെ നിയമിക്കുകയായിരുന്നു. അത് മാത്രമല്ല വലിയ രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ട് ലംഘനവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ലംഘിച്ചുകൊണ്ടുള്ള ഡെപ്യൂട്ടേഷൻ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് 2021 CPM സിൻഡിക്കേറ്റ് ഈ ഒരു നിയമനം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. എന്തായാലും സർവകലാശാല VC ഈ വിഷയത്തിലടക്കമുള്ള കണ്ടെത്തലുകൾ ഒപ്പം തന്നെ 25-ാം തീയതി നടന്ന സംഭവങ്ങളിൽ രജിസ്ട്രാർക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതികളുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിശദമായ റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് ഇന്ന് നൽകുകയാണ്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികൾ രാജ്ഭവൻ സ്വീകരിക്കുക. ഏതെങ്കിലും തരത്തിൽ ഈ നിയമനമടക്കം തെറ്റാണ് എന്ന് രാജ്ഭവന് ബോധ്യപ്പെട്ടാൽ കർശന നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കും. ഒരുപക്ഷെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചട്ടങ്ങൾ കാറ്റി പറത്തിട്ടില്ല എന്ന് സ്വയം ന്യായീകരിക്കുന്ന KS അനിൽകുമാറിന്റെ രജിസ്ട്രാറുടെ നിയമനം തന്നെ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് എന്നുള്ളതാണ് രേഖകളും ഒപ്പം തന്നെ അവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കുന്നത്. വീണ, ഓക്കെ, ശരി ശാലിനി.
ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിച്ചതിൽ ഗൂഢാലോചനയും അട്ടിമറിയും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പരാതി. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം കേസുകൾ അവസാനിപ്പിച്ചതായി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, എന്താണ് പരാതി? വീണ, നിലവിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, ഈ കമ്മിറ്റിക്ക് മുൻപാകെ സിനിമാ മേഖലയിലെ നടിമാരടക്കം ഗുരുതരമായ ആരോപണങ്ങൾ, നടന്മാർക്കെതിരെയും സിനിമാ മേഖലയിലെ മറ്റുള്ളവർക്കെതിരെയും ഒക്കെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നു. വലിയ ചർച്ചയായി, വിവാദമായി. ഇതിനെ തുടർന്ന് ഈ സിനിമാ മേഖലയിൽ നിന്ന് ലഭിച്ച പരാതി, അതായത് പരാതിയെ തുടർന്ന് 34 കേസുകളാണ് ഈ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ പരാതി നൽകിയവർ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ തങ്ങളുടെ പ്രശ്നങ്ങൾ, തങ്ങൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾക്കൊക്കെ തന്നെ തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ആ 34 കേസുകൾ, ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴും ഇനി അങ്ങോട്ട് മുൻപോട്ട് കേസുമായി മുൻപോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഇവർക്കെടുത്തിരിക്കുന്ന കേസുകളും അതുപോലെ തന്നെ മുൻപോട്ട് പോകുന്നില്ല എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതായത് നിലവിൽ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മറ്റ് നടിമാരൊക്കെ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഇവർ നൽകിയിരിക്കുന്ന പരാതിക്ക് മേൽ തുടർ അന്വേഷണം വേണം, നടപടി വേണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള കുളത്തൂർ ജയ്സിംഗ് ഈ ആഭ്യന്തര വകുപ്പിന് ഒരു പരാതി അറിയിച്ചിരിക്കുന്നത്. അതായത് തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞവരുടെ വിഷയത്തിൽ ഇത്തരത്തിൽ നടപടി വേണ്ട, പക്ഷെ അല്ലാതെ തന്നെ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മറ്റ് പല നടിമാരും ഇത്തരത്തിൽ ആരോപണവും തങ്ങൾ നേരിട്ട അതിക്രമങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ എങ്ങനെയാണ് അതിൽ ഒരു അന്വേഷണം നടത്താതെ എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോവുക? കൃത്യമായി ഇത്തരത്തിലൊരു അന്വേഷണം വേണം, നടപടി വേണം. മാത്രമല്ല ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവരെ രക്ഷിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണോ സർക്കാർ ഇത്തരത്തിൽ ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പരാതിയും ലൈംഗിക അതിക്രമം നടന്നതിന്റെയും ഒക്കെ തന്നെ കാര്യങ്ങൾ കൃത്യമായി നടിമാർ വിവരിച്ചിട്ടുണ്ട്. അവർക്ക് അനുഭവങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 34 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ലെന്ന് ഈ പരാതിക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് സർക്കാർ വൃത്തങ്ങളടക്കം അറിയിച്ചിരിക്കുന്നത്. അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതായത് ഈ പരാതി ഇല്ലാത്തവരുടെ കേസ് വിടുക, പക്ഷെ ഇതിൽ പരാതി ഉള്ളവരുണ്ട്, അവരുടെ കേസുമായി മുന്നോട്ട് സർക്കാർ പോകണം. അല്ല എങ്കിൽ, അതായത് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടിന് വേണ്ടിയാണോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണോ സർക്കാർ ഇത്തരത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയ്സിംഗ് നിലവിൽ ആഭ്യന്തര വകുപ്പിന് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിക്ക് മേൽ കൃത്യമായ നടപടി വേണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വീണ, ഓക്കെ, ശരിയാണ്. തൃശൂരിലെ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങൾ പരിശോധിക്കാൻ പോലീസ്. സംസ്കരിച്ച സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിക്കും. ഗർഭത്തെ ചൊല്ലി അയൽവാസികളുമായി തർക്കമുണ്ടായി എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. എഫ്ഐആറുകളുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സാനു കെ സജീവ് ചേർന്ന വിവരങ്ങളുമായി. സാനു, എന്താണ് എഫ്ഐആറിൽ പറയുന്നത്? കുട്ടികളെ, അതായത് കുഞ്ഞു കുട്ടികളെ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന വകുപ്പുകളടക്കം, അതായത് കൊലപാതകത്തിനൊപ്പം തന്നെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ തന്നെ വകവരുത്തുന്നു എന്നീ വകുപ്പുകളടക്കം, ഗുരുതരമായിട്ടുള്ള വകുപ്പുകളടക്കം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു എഫ്ഐആർ ആണ് പുതുക്കാട് പോലീസ് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ നവജാത ശിശുക്കളുടെ മൃതദേഹം സംസ്കരിച്ച പ്രദേശങ്ങളിൽ ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും. അതായത് കഴിഞ്ഞ ദിവസം പ്രതികളുമായി എത്തി ഭവിന്റെയും അതേപോലെ തന്നെ അനീഷയുടെ വീടുകളിൽ പോലീസ് രാത്രി ഏറെ വൈകിയും അവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പ്രദേശങ്ങൾ, അതായത് കുട്ടികളെ സംസ്കരിച്ചു എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പ്രദേശങ്ങളിലെല്ലാം ഇന്ന് കുഴിയെടുത്ത്, അതായത് സംസ്കരിച്ച പ്രദേശങ്ങൾ കുഴിച്ച് പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ തഹസിൽദാരുടെയും RDOയുടെയൊക്കെ നേതൃത്വത്തിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ തന്നെ 2021 അനീഷ ആദ്യത്തെ കുട്ടിക്ക് ജന്മം നൽകുന്നത്. ആ സമയത്ത് ഗർഭിണിയായിരുന്ന സമയത്ത് അയൽവാസികൾക്ക് അനീഷ ഗർഭിണിയാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആദ്യകാലത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അയൽവാസികൾ ഒരു
സംശയം പ്രകടിപ്പിച്ചപ്പോൾ അപവാദ പ്രചരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അനീഷയുടെ കുടുംബം പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം അവിടെ അന്ന് സംജാതമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കുട്ടികളുടെ മരണത്തെ തുടർന്ന് ഈ അന്ന് സംശയം പ്രകടിപ്പിച്ച ഗിരിജ എന്ന് പറയുന്ന അയൽവാസി കൂടുതൽ പ്രതികരണവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അയഞ്ഞ വസ്ത്രങ്ങൾ ഈ കാലയളവിൽ അനീഷ 2021 ആദ്യ ഗർഭം ധരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ 2024 രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ധരിച്ചിരുന്ന സമയത്തും അയഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ നടന്നിരുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഗിരിജ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ 2021 ഒരു ദിവസം വൈകുന്നേരം ഈ അനീഷ ഒരു ബക്കറ്റിൽ എന്തോ വസ്തുവുമായിട്ടൊരു തൂമ്പയും ഒപ്പം തന്നെ ബക്കറ്റുമായിട്ട് വീടിന്റെ പിന്നിലേക്ക് വരുന്നതായിട്ട് ഇവർ കണ്ടിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഈ ഗിരിജനെ കണ്ടതിനെ തുടർന്ന് അനീഷ പിൻഭാഗത്തേക്ക് അനീഷയുടെ വീടിന്റെ പിറകു ഭാഗത്തേക്ക് പോയി മറിഞ്ഞുവെന്നും ഈ ഗിരിജ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഗിരിജയുടെ മൊഴിയും പോലീസ് വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതാണ് ഈ അനീഷയുടെ വീട്ടിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ അനീഷയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലും പോലീസ് ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷയുടെ അമ്മയും അതേപോലെ തന്നെ സഹോദരനെയും ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളും പുതുക്കാട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അനീഷ് ഈ കുട്ടിയുടെ ഈ അസ്ഥികൾ ശേഖരിച്ച് വീട്ടിൽ വെച്ചിരുന്നു എന്ന് ഏതാനും സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അനീഷിന് പുറത്തുനിന്ന് ഒരു സഹായം കിട്ടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അത്തരത്തിലൊരു സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം എത്തിക്കാനായിട്ടുള്ള ഒരു തീവ്ര ശ്രമം പുതുക്കാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ അനീഷേനെയും അതേപോലെ തന്നെ ഭവിനെയും കോടതിയിൽ ഹാജരാക്കുകയും ഒപ്പം തന്നെ ഈ കുട്ടികളെ കുഴിച്ചിട്ട പ്രദേശങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കുന്ന നടപടികളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകും. വീണ. ഓക്കെ, ശരി സാനു. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിനു പിന്നാലെ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കി ഇഡി. സ്വകാര്യ ദേശസാൽകൃത പൊതുമേഖലാ ബാങ്കുകളിൽ നടന്ന വായ്പാ തട്ടിപ്പുകളിലാണ് അന്വേഷണം. കരുവന്നൂർ കേസിലെ മുഖ്യകണ്ണി പി കിരൺ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകൾ നടത്തിയെന്ന് ഇഡി. ജാമ്യത്തിലുള്ള പി കിരണിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. ജിജീഷ് കരുണാകരൻ ചേർന്ന വിവരങ്ങളുമായി. ജിജീഷ്, കിരണിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ കൂടുതൽ വിവരങ്ങളും അതിൽ നിന്ന് കൂടുതൽ അന്വേഷണത്തിലേക്കും കടക്കുന്നത്? ജിജീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പി കിരണിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ കൂടുതൽ ബാങ്കുകളിലേക്കുമൊക്കെ ഇഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? വീണ, നേരത്തെ പി കിരണിനെ ചോദ്യം ചെയ്തതിനൊപ്പം തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മറ്റ് പ്രതികളെ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴെല്ലാം തന്നെ സമാനമായ നിരവധി ബാങ്ക് തട്ടിപ്പുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്, ലോൺ തട്ടിപ്പുകൾ, വായ്പാ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി. അങ്ങനെയാണ് മറ്റ് ബാങ്കുകളിലേക്ക് അന്വേഷണം എത്തിയത്. മാത്രമല്ല ആ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അധികൃതർ പരാതികളും നൽകിയിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അയ്യന്തോൾ ബ്രാഞ്ചിൽ നിന്ന് പരാതി ലഭിച്ചു. 7.5 കോടി രൂപയുടെ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ വായ്പാ തട്ടിപ്പ് നടത്തിക്കൊണ്ട് എന്നതിൻ്റെ പരാതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്. കാരണം പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തു. ആ FIRൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ പി കിരണിൻ്റെ പങ്കാളിത്തം വ്യക്തമായി. എങ്ങനെയാണോ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പി കിരൺ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരുന്നത്, സമാനമായ രീതിയിൽ ബിനാമി ഇടപാടുകളിലൂടെയായിരുന്നു ഇവിടെയും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയത്. വ്യാജരേഖകളായിരുന്നു സമർപ്പിച്ചത്. 7.5 കോടിയോളം രൂപ പി കിരണും കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുത്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യ ആസൂത്രകനും 1.5 വർഷത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തിരുന്ന ആളായ പി കിരണിനെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാത്രമല്ല മറ്റു നിരവധി ബാങ്കുകളിൽ കൂടി പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നതായാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ കോർപ്പറേറ്റ് ലോണുകൾ അനുവദിക്കുന്ന കൊച്ചിയിലുള്ള ഒരു ബ്രാഞ്ചിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പി കിരണിൻ്റെ നേതൃത്വത്തിലാണ് ആ തട്ടിപ്പ് നടന്നത് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ചും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിന് സമാനമായ രീതിയിൽ പൊതുമേഖലാ ബാങ്കുകളെയും സ്വകാര്യ ബാങ്കുകളെയും തട്ടിച്ച് പണം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി പ്രധാനമായും അറിയാനുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തട്ടിപ്പുകൾക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇത് വ്യാജരേഖകളാണ്, ബിനാമി ഇടപാടുകളാണ്, ബിനാമി പേരുകളിലാണ് ഈ ലോണുകൾ സംഘടിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നോ എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും ഇനി അന്വേഷണം നീളുന്നത്. പി കിരണിനെ ചോദ്യം ചെയ്തപ്പോഴും ഈ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ ഈ ബാങ്കുകളിൽ നിന്ന് ബിനാമി ഇടപാടുകൾ നടത്തിയത് സംബന്ധിച്ചോ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. ഒരു ദിവസമാണ് നിലവിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പി കിരണിനും മുഖ്യപ്രതിയായ സതീഷ് കുമാറും ഏറെക്കാലം ജയിലിലായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയാണ് കഴിഞ്ഞ മാർച്ചിൽ
ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ രണ്ടാം ഘട്ട കുറ്റപത്രം കൂടി സമർപ്പിച്ചതിന് ശേഷമാണ് മറ്റ് സഹകരണ ബാങ്കുകളിലെയും ഒപ്പം തന്നെ മറ്റ് പൊതുമേഖലാ ബാങ്കുകളിലെയും മറ്റ് സ്വകാര്യ ബാങ്കുകളിലെയും സമാനമായ സാമ്പത്തിക തട്ടിപ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി PP കിരണിനെ ചോദ്യം ചെയ്തതോടുകൂടി മറ്റ് പ്രതികളിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. അവരെ കൂടി ചോദ്യം ചെയ്തും ഒപ്പം തന്നെ ഇതിന് ഒത്താശ ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ചും തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണോ കരിവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നത് അതേ രീതിയിൽ വലിയ സാമ്പത്തിക തട്ടിപ്പും ആസൂത്രിതമായ സാമ്പത്തിക ക്രമക്കേടുകളുമാണ് മറ്റ് ബാങ്കുകളിലും നടന്നത് എന്ന് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായിട്ടുള്ളത്. ഓക്കെ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന DGPയും സംസ്ഥാന പോലീസ് മേധാവിയുമായ ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPSന് പോലീസ് സേന നൽകുന്ന വിടവാങ്ങൽ പരേഡ് തിരുവനന്തപുരത്ത് SAP പരേഡ് ഗ്രൗണ്ടിൽ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. Accompanied by the parade commander Shri Harish Jain IPS. ഇപ്പോൾ പരേഡിന്റെ ബഹുമാനപ്പെട്ട വിശിഷ്ട പരേഡ് പരിശോധിക്കുന്നതിനായി പരേഡ് കമാൻഡറുടെ അകമ്പടിയിൽ മൈതാനത്തിലേക്ക് എത്തുന്നു. ഇങ്ങോട്ട് ഇറക്ക്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന DGPയും സംസ്ഥാന പോലീസ് മേധാവിയുമായ ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPSന് പോലീസ് സേന നൽകുന്ന വിടവാങ്ങൽ പരേഡാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് SAP പരേഡ് ഗ്രൗണ്ടിലാണ് ഈ പരേഡ് നടക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന പുതിയ DGPയെ നിയമിക്കും. അതിനുള്ള ചർച്ചകൾ നടക്കും. റവാഡ ചന്ദ്രശേഖറാകും പുതിയ DGP എന്നാണ് അറിയുന്നത്. അതിനുള്ള സാധ്യതകൾ ആണ് കാണുന്നത്. പക്ഷേ മറ്റു തരത്തിൽ ചർച്ചകൾ ഏത് തരത്തിൽ പുരോഗമിക്കും എന്ന് വ്യക്തമല്ല. ഏതായാലും മന്ത്രിസഭാ യോഗം ചേർന്ന ഇന്ന് പുതിയ DGPയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നിരിക്കെ ഇന്നിപ്പോൾ കാണുന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിടവാങ്ങൽ പരേഡ് അതിൽ സല്യൂട്ട് സ്വീകരിക്കുന്നതാണ്. ഭാരതത്തിലെ പോലീസ് സേനകളിൽ കേരള പോലീസിന് പ്രഥമ സ്ഥാനം വഹിക്കുവാൻ വിസ്മരിക്കാനാകാത്ത നേതൃത്വം നൽകി വരുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി. കേരള പോലീസ് സേന എന്നും ആദരവോടെയും ബഹുമാനത്തോടെയും കൂടി നോക്കിക്കാണുന്ന വ്യക്തിത്വം. നിരന്തര പരിശ്രമത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ ഏറ്റെടുത്ത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയുമുള്ള സഹപ്രവർത്തകരോട് പക്ഷഭേദമില്ലാതെ നിസ്വാർത്ഥ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് പോലീസ് സേനാംഗങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഉജ്ജ്വല മനസ്സിനുടമ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ത്യൻ പോലീസ് സർവീസ് അവർകൾ ഇന്ന് സർവീസിൽ നിന്നും ഏറെ അഭിമാനത്തോടെ വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആദരവും നൽകിക്കൊണ്ട് നടത്തുന്ന ഈ ഫെയറൽ പരേഡിൽ അല്പനിമിഷങ്ങൾക്കകം പരേഡ് സ്ലോ മാർച്ചിലും തുടർന്ന് കിക്ക് മാർച്ചിലും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ച് കടന്നുപോകും.
ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, DGP പടിയിറങ്ങുകയാണ്, പരേഡ് പുരോഗമിക്കുന്നു, വിവരങ്ങൾ എന്താണ്? ശ്രീനന്ദ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ പരേഡ് പുരോഗമിക്കുകയാണ്, വിവരങ്ങൾ. വീണ, ഇപ്പോൾ പോലീസ് DGPയും AGP മേധാവി ഷേഖ് ദർവേഷ് സാഹിബിന് വേണ്ടിയിട്ടുള്ള ഒരു വിരമിക്കൽ പരേഡാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ്. 2023 ജൂൺ 30 അദ്ദേഹം സർവീസിൽ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. 2 വർഷമാണ് പോലീസ് മേധാവിയെ അദ്ദേഹം പ്രവർത്തിച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെ മേധാവി എന്ന പദവിയിലേക്ക് എത്തിച്ചേർന്നത്. ആന്ധ്രയിലെ കടപ്പ സ്വദേശിയാണ് അദ്ദേഹം. എന്തായാലും വിരമിക്കുന്ന പോലീസ് മേധാവി ഡോക്ടർ ദാരിഷ് സാഹിബ് പോലീസിന് സേന നൽകുന്ന വിടവാങ്ങൽ പരേഡാണ് ഇപ്പോൾ ഈ ഒരു പരേഡ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SP ഗ്രൗണ്ടിലാണ് ഈ ഒരു വേദി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരു പരേഡ് സ്വീകരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നൊരു വാർത്ത കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഈ ഒരു പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ഒരു അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവീസിൽ നിന്ന് ഇന്നാണ് അദ്ദേഹം വിരമിക്കാൻ പോകുന്നത്. 2 വർഷത്തെ ദീർഘകാല സർവീസിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് SAP പരേഡ് ഗ്രൗണ്ടിലാണ് ഇടവാങ്ങൽ പരേഡ് നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി DGP ഷേഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കുകയാണ്. പോലീസ് സേന നൽകുന്ന വിടവാങ്ങൽ പരേഡിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ സമയം പരേഡ് സ്ലോ മാർച്ചിലും തുടർന്ന് ക്വിക്ക് മാർച്ചിലും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകുന്നു. പുതിയ സംസ്ഥാന പോലീസ് മേധാവി ആരാകും എന്ന കാര്യത്തിൽ തീരുമാനവും ഇന്നുണ്ടാകും. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കും, പേര് പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. റവാഡ ചന്ദ്രശേഖരനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. Now marching past complimenting the chief guest is the parade commander Shri Harish Jain IPS and parade second in command Shri Tijo KT, followed by the first platoon of Malabar Special Police led by Andhra Police Inspector Shri Rajat Kumar F.
is the 2nd Platoon of Kerala Armed Police 1st Battalion, led by Armed Police Inspector Shri Shashikumar Kesti. The 3rd Platoon of Kerala Armed Police 2nd Battalion, led by Armed Police Inspector Shri Manoj TP, is now complimenting the Chief Guest. The 4th Platoon of Kerala Armed Police 4th Battalion is led by Armed Police Inspector Shri Baiju C. is now marching past complimenting the Chief Guest. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. വെള്ളിയാഴ്ച നടന്ന വിശദവാദത്തിൽ റിവൈസിംഗ് കമ്മിറ്റി സിനിമ കണ്ടുവെന്നും ജാനകി എന്ന മതപരമായ പേര് മാറ്റണമെന്നുമാണ് നിർദ്ദേശിക്കുന്നതെന്നും സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചു. കൂടാതെ 16 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാനുള്ള അനുമതി മാത്രമേ നൽകാൻ കഴിയൂ എന്നും സെൻസർ ബോർഡ് വ്യക്തമാക്കിയിരുന്നു. സിനിമ കണ്ട ശേഷമുള്ള റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനമടങ്ങിയ ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് കോടതിയിൽ ഹാജരാക്കണം. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ വിവരങ്ങൾ എന്താണ്? വീണ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ നിർമ്മാണ കമ്പനിയായിട്ടുള്ള കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാദം കേട്ട സമയത്ത് ചില നിർണായകമായിട്ടുള്ള പരാമർശങ്ങൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് ജാനകി എന്നുള്ള പേരിന് എന്താണ് കുഴപ്പം, സിനിമയ്ക്ക് ആ പേരിടുന്നതിൽ എന്താണ് വിഷയം എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഉത്തരവിന്റെ പകർപ്പ് അത് ഹാജരാക്കാനായിട്ടാണ് നിലവിൽ ഹൈക്കോടതി ഈ പറയുന്ന സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അതിന്റെ ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ഇതനുസരിച്ച് തുടർ നടപടികളും തുടർ തീരുമാനങ്ങളും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് കഴിഞ്ഞ ദിവസം വാദം നടന്ന വേളയിൽ അറിയിച്ചത് മതപരമായിട്ടുള്ള പേരിട്ടതുകൊണ്ടും മറ്റ് ചില കാരണങ്ങൾ, അതായത് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതുകൊണ്ടും തന്നെയാണ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നൽകുന്നതിൽ വൈകുന്ന അല്ലെങ്കിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് വൈകിയത് എന്നുള്ളതാണ് പ്രധാന കാരണമായിട്ട് പറഞ്ഞത്. പേര് മാറ്റാൻ ആവശ്യപ്പെട്ടതും ഈ കാരണം കൊണ്ടാണ്. അതുമാത്രവുമല്ല, 16 വയസ്സിൽ മുകളിൽ അല്ലെങ്കിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ സിനിമ കാണുന്നതിൽ വിലക്കുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് ഈ സിനിമ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള പ്രദർശനാനുമതി മാത്രമേ ഈ ഒരു ചിത്രത്തിന് കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസം സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഈ റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനം അത് എപ്രകാരമാണ്, നടപടിക്രമങ്ങൾ പാലിച്ചാണോ റിവൈസിംഗ് കമ്മിറ്റി വീണ്ടും തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ടുള്ള നടപടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറക്കിയത് എന്നതാണ് ഹൈക്കോടതി ഇന്ന് പരിശോധിക്കുക. എന്തായാലും ഈ ഉത്തരവിന്റെ പകർപ്പ് സെൻസർ ബോർഡ് ഹാജരാക്കുന്ന മുറയ്ക്ക് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ച് ഇത് പരിശോധിച്ചുകൊണ്ട് തുടർ നടപടിയിലേക്കും ഒരുപക്ഷെ ഇടക്കാല ഉത്തരവിലേക്കും കടക്കുകയും ചെയ്യും. കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് ജാനകി എന്നുള്ള പേര് വെച്ചതിൽ എന്താണ് കുഴപ്പമെന്നുള്ളതും, ഇതിനു മുൻപും പല സിനിമകൾക്കും ജാനകി, സീത അങ്ങനെയുള്ള പേരുകൾ വെച്ചിട്ടുണ്ട്. മതപരമായിട്ടുള്ള രീതിയിൽ അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട്. പക്ഷേ ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഹൈക്കോടതി പരിശോധിക്കുക. അതിനനുസൃതമായിട്ടായിരിക്കും തീരുമാനവും ഉണ്ടാവുക. വീണ. ഓക്കെ, ശരി രേഷ്മ. ഇതര സംസ്ഥാന വള്ളങ്ങൾ എത്തി മത്സ്യബന്ധനം നടത്തുന്നത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്തുന്ന ചെറുവള്ളങ്ങൾക്കാണ് ഈ പ്രതിസന്ധി. ഇതുമൂലം മത്സ്യങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നതാണ് പരാതി.
ഫീസിനത്തിൽ തുക ഈടാക്കിയാണ് സംസ്ഥാന സർക്കാർ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും മത്സ്യബന്ധനത്തിന് അനുമതി നൽകുന്നത്. ഇത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്നു. നീണ്ടകര ഹാർബറിൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള മത്സ്യത്തൊഴിലാളികളും പ്രദേശത്തുള്ളവരും ഇതിനെ ചൊല്ലി തമ്മിൽ സംഘർഷവുമുണ്ടായി. ട്രോളിംഗ് നിരോധന കാലത്ത് കടലിലേക്ക് പോകുന്ന ചെറുവള്ളങ്ങൾക്കാണ് യൂസർ ഫീ സംവിധാനം തിരിച്ചടിയാകുന്നത്. ഈ റഫ് സീസൺ ആകുമ്പോൾ, അതായത് ഈ മാസങ്ങൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന വരുമാനം കൂടുതലുള്ളത്. പക്ഷേ അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഫിഷറീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് യൂസർ ഫീ വാങ്ങി, അതായത് തമിഴ്നാട്ടിലെ അന്യസംസ്ഥാന വള്ളങ്ങളെ ഇവിടെ വരികയും അവരെ കൊണ്ട് 3-4 മാസത്തേക്കുള്ള ടെമ്പററി രജിസ്ട്രേഷൻ കൊടുത്ത് അവരെ പണിയെടുപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇത് വേണ്ട എന്നുള്ളത്, പാടില്ല എന്നുള്ളത് ഞങ്ങൾ 3 മാസത്തിന് മുമ്പുള്ള ഒരു കളക്ടർ മീറ്റിങ്ങിൽ വെച്ച് 3 മാസമല്ല 2 മാസത്തിന് മുമ്പ് ഈ ട്രോളിംഗ് നിരോധനമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ DD-യുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. 1200ഓളം മത്സ്യബന്ധന വള്ളങ്ങളിലായി 10,000-ഓളം മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലം ഹാർബർ കേന്ദ്രീകരിച്ചുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വള്ളങ്ങൾ ഹാർബറിലെത്തി വളരെ കുറഞ്ഞ വിലയ്ക്ക് മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതിലൂടെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നതാണ് പരാതി. വിലയെ സംബന്ധിച്ച് ബാധിക്കുന്നുണ്ട്. കാര്യം കൂടുതൽ മത്സ്യം വരുമ്പോഴും പിന്നെ പ്രശ്നം രൂക്ഷമാകും. ഞങ്ങൾ പ്രതീക്ഷിച്ച് വരുന്ന വിലയൊന്നും കിട്ടാതെ വരുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ 3 മാസം ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് മത്സ്യബന്ധനം കൂടുതൽ നടക്കുന്നത്. പ്രജനനകാലം അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെയൊക്കെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് 1984-85 കാലഘട്ടത്തിൽ ട്രോളിംഗ് നിരോധനം ഈ മേഖലയെ കൊണ്ടുവന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കളക്ടറുടെ മീറ്റിങ്ങിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഇപ്പോൾ കിളിമീൻ, മാന്തൽ ഇതുപോലുള്ള മത്സ്യങ്ങളൊന്നും പിടിക്കാൻ പാടില്ല എന്ന്. യൂസർ ഫീയുടെ മറവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വള്ളങ്ങൾ നിരോധിത മത്സ്യബന്ധനം നടത്തുന്നതായും പരാതിയുണ്ട്. ഇത് കേരള തീരത്തെ മത്സ്യലഭ്യത കുറയാനും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം വർദ്ധിപ്പിക്കുവാനും ഇടയാക്കുന്നു. അതേസമയം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന പല ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പ്രതിസന്ധിയിലായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നതാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആവശ്യം. ജനം, കൊല്ലം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരായ സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കമ്മീഷന് നിയമപരമായ അധികാരമില്ലെന്നാണ് വാദം. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, ഇതിന്റെ വിവരങ്ങൾ കൂടി. മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതാണ്. പക്ഷേ അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിരുന്നില്ല. തുടർന്ന് ജൂലൈ 10-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നുള്ളൊരു ഉത്തരവ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും പല വിധത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇത്തരത്തിലൊരു നഷ്ടപരിഹാര ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് നിയമപരമായ അധികാരമില്ല. അനധികൃതമായിട്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പരാതിക്കാരനായിട്ടുള്ള സന്ദീപ് വചസ്പതി ഒരു അപരിചിതനാണ്. സാധാരണ രീതിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നതോ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് നിർദ്ദേശിക്കുന്നതോ ചെയ്യേണ്ടത് ഏതെങ്കിലും കേസുമായി ബന്ധമുള്ള പരാതിക്കാരുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കേസുമായി ബന്ധമില്ലാത്തവർ നൽകുന്ന പരാതികൾ പരിഗണിക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ കമ്മീഷൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സ്വമേധയാ ഉത്തരവിടേണ്ടതുണ്ട്. ഇതുമല്ലെങ്കിലാണ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ സംഭവത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു കേസിൽ സംഭവിച്ചിരിക്കുന്നത് സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന വ്യക്തി ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാര തുക നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിയമപരമായിട്ടുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണമെന്നുള്ളതാണ് ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹർജിയിൽ സ്വാഭാവികമായിട്ടും സർക്കാരിന് കൂടുതൽ വാദങ്ങൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പരാതിക്കാരനടക്കം പറയാനുള്ളതെന്നും ഹൈക്കോടതി കേൾക്കും. ഓക്കെ, ശരി.
തിരുവനന്തപുരം യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം നടത്തും. വിവിധ മെഡിക്കൽ കോളേജുകളിലെ വകുപ്പ് മേധാവിമാരടങ്ങുന്ന സമിതിക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം നടത്തി ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം അന്വേഷണ സമിതി നിയോഗിച്ചതിൽ തൃപ്തിയെന്ന് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. എല്ലാ വിഷയങ്ങളും സമിതി അന്വേഷിക്കണമെന്നും ആവശ്യം. വളരെ തൃപ്തികരമാണ്. അത് ഇത്രയും വേഗത്തിൽ ഗവൺമെൻറ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും ഒരു അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിലും വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നേരിട്ട് വന്ന് അദ്ദേഹം എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മാത്രമല്ല ഫോൺ വഴി ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി നേതാക്കളും നിരവധി ഉദ്യോഗസ്ഥരും എന്നെ ബന്ധപ്പെട്ട് ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിച്ചു തരാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ വളരെ താല്പര്യം. എല്ലാ വിഷയങ്ങളും വിദഗ്ധ സമിതി അന്വേഷിച്ച് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നേടിത്തരാമെന്ന് അവർ ഉറപ്പ് നൽകി. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഈ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ അദ്ദേഹം എങ്ങനെ കാണുന്നു? വീണ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് 4-അംഗ സമിതിയെ ഈ ആരോപണങ്ങൾ അന്വേഷിക്കാനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള പരാതികൾ അന്വേഷിക്കാനുമായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചുമതലപ്പെടുത്തിയ അന്വേഷണ സമിതി അംഗങ്ങളടക്കമുള്ളവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവരും ഈ പരാതി ഉന്നയിച്ച അല്ലെങ്കിൽ നവമാധ്യമത്തിലൂടെ ഈ പ്രതികരിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനുമായി സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് സന്ദർശനം നടത്തി വിശദാംശങ്ങൾ തേടിയിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി യൂറോളജി വിഭാഗം ഡോക്ടർ കൂടിയായിട്ടുള്ള ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചത് മാധ്യമങ്ങളോട്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: ഈ ഒരു അന്വേഷണ സമിതിയെ വെച്ചതിൽ സന്തോഷമുണ്ട്. കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടന്ന് ആ കൃത്യമായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തന്നെ സർക്കാരിന് മുൻപിലേക്ക് എത്തട്ടെ, പരാതികളും പരിമിതികളും ഒക്കെ പരിഹരിക്കാനാകട്ടെ എന്നുള്ളതിലൊരു ഉറച്ച വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല മറ്റ് 1-2 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഈ ഭരണപരമായ കാര്യങ്ങൾ അറിയാത്ത ആളുകളെ ഈ ചുമതലപ്പെട്ട കീ പോയിന്റിലേക്ക് നിയമിക്കുന്നത് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രിൻസിപ്പലിന്റെ സ്ഥാനത്താണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുമതലപ്പെട്ടവരെ ആണെങ്കിൽ പോലും കാര്യമായ വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് കാര്യമായ ബാലപാഠങ്ങൾ അറിയാത്തവരെ നിയോഗിക്കുന്നത് പല ഘട്ടങ്ങളിലും വീഴ്ചകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സർക്കാർ ഒരു കാര്യം കൂടി ചെയ്യണം: ഇത്തരത്തിലുള്ള ബാലപാഠങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ ഭരണനിർവഹണ കാര്യങ്ങൾ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നവരെ മാത്രം ആ കീ പോയിന്റിലേക്ക് നിയോഗിക്കാവൂ എന്നുള്ളതാണ് സർക്കാരിന് മുൻപിലേക്ക് ഒരു ശുപാർശ എന്നോണം ഡോക്ടർ വെക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്, നിരവധി ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ സർജറികളാണ് ഈ യൂറോളജി വിഭാഗത്തിലടക്കം മാറ്റിവെച്ചിട്ടുള്ളത്. അത് ഉപകരണങ്ങളുടെ അപര്യാപ്തത, ഒപ്പം തന്നെ മതിയായ സമയത്ത് സർജറി നടത്താൻ സാധിക്കാതെ വരുന്ന സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഉപകരണങ്ങൾ ഇന്ന് തന്നെ എത്തുമെന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യാശ കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയ മാറ്റിവെട്ടവർ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇവർക്ക് ഉപകരണങ്ങൾ ഇന്ന് തന്നെ എത്തിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി പ്രതീക്ഷ കൂടി ഹാരിസ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഇന്ന് തന്നെ ആരംഭിച്ച് ഉടനടി റിപ്പോർട്ട് സർക്കാരിന് മുൻപിലേക്ക് എത്തുമെന്നുള്ളതാണ് ഹാരിസും മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നത്. വീണ. ശരി ശാലിനി. 8:57 ഈ വാർത്തയോടുകൂടി പുത്തൻ പുലരി ഇവിടെ സമാപിക്കുകയാണ്. ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ്. നമസ്തേ.